അരോമ ടി വിയുടെ മാന്യപ്രേക്ഷകർക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺസൺ വർഗീസ് ആണ്. മജീഷ്യൻ ജോൺസൺ എന്ന അറിയപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒരു കാലഘട്ടത്തിൽ SFI പ്രവർത്തകനായി രാഷ്ട്രീയ നേതൃത്വത്തിൽ മുൻനിരയിൽ നിന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായും അദ്ദേഹത്തിൻ്റെ പിതാവും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവായി പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അസാധാരണമായ ചില സാഹചര്യങ്ങളെക്കുറിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുക. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇത് വേറിട്ടൊരു അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് ഇതൊരു അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾക്ക് അതിൽ പങ്കാളികളാകാവുന്നതാണ്. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺസൺ വർഗീസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിരുനാമത്തിന് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞാൻ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. പ്രത്യേകാൽ അരോമ TVയിലേക്ക് എന്നെ സാക്ഷ്യത്തിനായി ക്ഷണിച്ച ബഹുമാന്യനായ കർത്തദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകൾക്ക് എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ പകൽക്കാലത്തില് ഇങ്ങനെ ഒരു അവസരം അനേകർക്ക് അരോമ TV കൊടുക്കുന്നത് തന്നെ വലിയ അനുഗ്രഹമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രത്യേകാൽ അനേകർക്ക് ഇതിലൂടെ സുവിശേഷം പ്രസംഗിക്കുവാൻ അല്ലെങ്കിൽ തൻ്റെ സാക്ഷ്യത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കിട്ടുന്ന വലിയ ഭാഗ്യപദവിക്കായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവം ഇതിൻ്റെ നേതൃത്വത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വയനാട് ജില്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ അധിവസിക്കുന്നതായ ജില്ലയാണ് വയനാട് ജില്ല. അനേക രീതിയിൽ ഒരു കാലത്ത് ഏറ്റവും അധപ്പതനത്തിന്റെ അനുഭവത്തിൽ പോയിരുന്ന, ഇപ്പോഴും അതിൽ നിന്ന് ഉയർച്ച ലഭിച്ചു എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഇന്ന് അല്പം കൂടി വികസനത്തിലേക്ക് ഈ വയനാട് ജില്ല കടന്നു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആദിവാസി മേഖലകൾക്ക് ഉള്ള ഒത്തിരി നന്മകൾ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആദ്യകാലത്തുണ്ടായിരുന്ന ആദിവാസി ഊരുകളല്ല ഇന്ന് ഇവിടെ ഉള്ള ഊരുകൾ. മനോഹരമായ സൗധങ്ങളുള്ള അല്ലെങ്കിൽ വീടുകളുള്ള ഗവൺമെന്റ് ഒരുപാട് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രത്യേകാൽ ഈ ആദിവാസി ഗ്രാമത്തിന്റെ പുൽപ്പള്ളി എന്ന് പറയുന്ന മേഖല വാസ്തവത്തിൽ വയനാട് ജില്ലയുടെ അങ്ങ് അറ്റത്താണ്. ഞങ്ങൾ പുൽപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ് അധിവസിച്ച് കർത്താവിൻ്റെ ശ്രേഷ്ഠമായ വേല ചെയ്യുന്നത്. അതും പുൽപ്പള്ളി എന്ന് പറയുമ്പോൾ വളരെ പ്രത്യേകതയാണ്. 3 ഭാഗവും വനത്തിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ പട്ടണമാണ്. പട്ടണം എന്ന് പറയാൻ സാധിക്കില്ല, 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മാത്രമുള്ള ഒരു സ്ഥലമാണ് പുൽപ്പള്ളി. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ അങ്ങോട്ട് കഴിഞ്ഞാൽ കബനിയാറ്, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയിൽ അറിയപ്പെടുന്ന നദിയാണ് കബനി. ആ കബനിക്കപ്പുറം കർണാടക സ്റ്റേറ്റ് ആണ്, മൈസൂർ ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾ 2 മേഖലയിലും ആദിവാസികളുള്ള ഒരു സ്ഥലമാണ്
അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് പുൽപ്പള്ളി. വാസ്തവത്തിൽ അത് തിരഞ്ഞെടുത്ത് വന്നതാണ്. സുവിശേഷ വേലയിൽ 30 വർഷമായി ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നു. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. പ്രാരംഭമായി മലബാർ മിഷന്റെ മിഷണറിയായി, ഇന്നും ഞാനൊരു മിഷണറി എന്ന് പറയുന്നതിലാണ് എനിക്ക് താല്പര്യം. മലബാർ മിഷണറിയുടെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ പാലക്കാട് മംഗലം ഡാം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ വനത്തിനുള്ളിൽ കാടർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഇപ്പോൾ കുറിച്യരും മറ്റ് ആദിവാസി മേഖലയിലെ പ്രവർത്തനമുള്ള ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് വയനാട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഓർക്കുമ്പോൾ, ഞാൻ ജനിച്ചു വളർന്നത് തൃശ്ശൂർ ജില്ലയിൽ, തൃശ്ശൂരിന്റെ ഹൃദയഭാഗമായിരിക്കുന്ന ഈസ്റ്റ് ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് തൃശ്ശൂർ. പ്രത്യേകിച്ച് സിറ്റി ആണെങ്കിലും ഗ്രാമാന്തരീക്ഷത്തെ അതിൻ്റെ തനതായ അനുഭവത്തിൽ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളും ക്ഷേത്രകലകളും അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളും സംയോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു മേഖല. അതിനേക്കാൾ കൂടുതൽ പൂരത്തിന്റെ പൂരം തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ ഞാൻ ആ നാട്ടിൽ ജനിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ നല്ല ശതമാനവും ഞാനിപ്പോൾ ആ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് പരമമായ സത്യം. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ പഠിച്ച് വളർന്നത് ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരത്തിലാണ്. അതായത് എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ മാതാവ് ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു. കേരള ഗവൺമെന്റിന്റെ ജോലിയായിരുന്നു. എൻ്റെ പിതാവ് ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു. തൃശ്ശൂരിൽ എൻ്റെ പിതാവിനെ ചോദിച്ചാൽ എല്ലാവർക്കും അറിയുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ മാതാപിതാക്കന്മാരുടെ കീഴിലാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പിതാവ്, പ്രത്യേകിച്ച് എൻ്റെ പിതാവിൻ്റെ പേര് വർഗീസ് കൊരട്ടി എന്നാണ്. കേരളത്തിൽ ഒരുവിധം ആളുകൾക്ക് അത് തിരിച്ചറിയാൻ കഴിയുമെന്ന് എനിക്കറിയാം. കാരണം ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു തൃശ്ശൂരിന്റെ. ഈ ചുവന്ന ഷർട്ടും കാക്കി ട്രൗസറും ഇട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിസത്തെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പിതാവ് അങ്ങനെ രാഷ്ട്രീയ ബന്ധത്തിലുള്ള ഒരു സഖാവായിരുന്നു. അപ്പൊ ഞങ്ങളെ വളർത്തിയത് മുഴുവനും ആ രീതിയിലാണ്. ഞാൻ എൻ്റെ ഇടവക പള്ളി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കിരീടം വെച്ചു കൊടുത്ത ലൂർദ് മാതാ പള്ളിയാണ് ഞങ്ങളുടെ ഇടവക പള്ളിയായിരുന്നത്. കത്തോലിക്ക വിഭാഗത്തിൽ നിന്നാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു വരുന്നത്. അപ്പോൾ വലിയൊരു പള്ളിയാണ്. എൻ്റെ വീട്ടിലെ പിതാക്കന്മാരൊക്കെ ആ പള്ളിയിലെ നല്ല ഭക്തന്മാരായിരുന്നു. എന്നാൽ എൻ്റെ അപ്പച്ചൻ മാത്രമാണ് ഈ കമ്മ്യൂണിസത്തിന്റെ പുറകിൽ പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ വളർത്തിയതും ഞങ്ങളെ നടത്തിയതുമൊക്കെ ആ രാഷ്ട്രീയ പശ്ചാത്തലത്തിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സൺഡേ സ്കൂളിൽ വിടില്ല, പള്ളിയെ വിടില്ല, കുർബാനയ്ക്ക് വിടില്ല. കാരണം അപ്പൻ അത് ശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പനെ കുറിച്ച് എന്നൊക്കെ കൂടുതൽ അപ്പനെ കുറിച്ച് പറയാനാണ് സാധിക്കുന്നത്. അത്രയും ശക്തമായ രീതിയിൽ തൃശ്ശൂരിൽ കമ്മ്യൂണിസം വളർത്തുന്ന പഴയൊരു സഖാവായിരുന്നു. പലവട്ടം പോലീസ് അടിയൊക്കെ കിട്ടി, ലോക്കപ്പ് മർദ്ദനമൊക്കെ കിട്ടിയ ഒരു മനുഷ്യനാണ് എൻ്റെ പിതാവ്. അപ്പൊ ഞങ്ങളോട് വളരെ ആത്മാർത്ഥമായി തന്നെയാണ് ഞങ്ങളെ ഇസം ചെറുപ്പത്തിലെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചത് ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം എന്ന് പറയുന്ന പുറനാട്ടുകര, തൃശ്ശൂർ പുറനാട്ടുകരയിൽ ഉള്ള ഒരു ആശ്രമം സ്കൂളിലാണ്. അത് പഠിക്കാൻ കാരണം എൻ്റെ മാതാവ് ആ പ്രദേശത്ത് ജോലിയിലായിരുന്നു. ആ സ്കൂളിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്നത് കൊണ്ടായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂൾ രാഷ്ട്രീയത്തിൽ സ്റ്റെപ്പ് വെക്കാനിടയായി. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ SFIക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു മനുഷ്യനാണ്.
ചെറുപ്രായത്തിൽ തന്നെ അപ്പൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അപ്പച്ചന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം കേട്ട് എൻ്റെ ഹൃദയത്തിൽ അത് മുഴുവനും ആ, ശക്തമായി ആ ഇസത്തോട് താല്പര്യം തോന്നുകയും ഞാൻ 7ാം ക്ലാസ് തൊട്ട് ആ കമ്മ്യൂണിസത്തിന്റെ അല്ലെങ്കിൽ SFI സ്കൂൾ സ്റ്റുഡൻസിന്റെ ആ രാഷ്ട്രീയത്തിൽ ശക്തമായി പ്രവർത്തിക്കാനിടയായി. അപ്പൊ എൻ്റെ അമ്മ അവിടെ എന്തിനാണ് കൊണ്ടുവിട്ടതെന്ന് വിചാരിച്ചാൽ ഞാൻ അല്പം ആ കുസൃതി ഉള്ള മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 7ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ സ്കൂളിലെ രാഷ്ട്രീയത്തിനോടുള്ള ബന്ധത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം ചെറുപ്രായത്തിൽ 7ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ആലോചിച്ചാൽ അറിയാം, അത്രയും പ്രായം ചെറുപ്പത്തിലാണ്. കാരണം അതിനെല്ലാം ഉത്സാഹിപ്പിക്കുന്നത് എൻ്റെ പിതാവായിരുന്നു. പിതാവ് ശക്തമായി രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന മനുഷ്യനാണ്. എൻ്റെ പിതാവിന്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ പിന്നീട് കേരളത്തിലെ മന്ത്രിമാരായ ചരിത്രം പോലും ഉണ്ട്. അത്രയും അദ്ദേഹം പക്ഷെ അദ്ദേഹം രാഷ്ട്രീയ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത് നല്ല പ്രോത്സാഹനമായിരുന്നു. ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2 വർഷം ആ സ്കൂളിലെ SFIയുടെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചു. പ്രത്യേകിച്ച് ആ സ്കൂളിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ സ്വാമിമാര് പഠിപ്പിക്കുന്ന സ്കൂളാണ്. അപ്പോൾ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ എന്നെ ആ സ്കൂളിൽ എൻ്റെ അമ്മ ചേർത്തത്. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ക്രൈസ്തവ മേഖലയിൽ ജനിച്ചു വളർന്നെങ്കിലും പള്ളിയുമായി യാതൊരു ബന്ധമില്ലാത്തത് കൊണ്ടും പള്ളിയിൽ ചെന്നാൽ തന്നെ അവര് ഇന്ന ആളുടെ മക്കളാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവഗണന ഞങ്ങൾ ശരിക്കും സഹിച്ചതാണ്. ഇന്ന സഖാവിന്റെ മക്കളാണ്. കാരണം വെച്ചാൽ അപ്പച്ചനാണെങ്കിൽ നന്നായി എഴുതുമായിരുന്നു. കേരള കൗമുദിയുടെ തൃശ്ശൂർ ജില്ലയുടെ റിപ്പോർട്ടറായി വർക്ക് ചെയ്തൊരു കാലഘട്ടം എൻ്റെ പിതാവിനുണ്ട്. അപ്പോൾ അറിയാമല്ലോ. അപ്പൊ പിന്നെ തനിനിറം എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തു നിന്നുണ്ടായിരുന്ന ഒരു പത്രത്തിന്റെ ലേഖകനായിരുന്നു. അപ്പോൾ അങ്ങനെ ശക്തമായി തൃശ്ശൂർ ജില്ലയിലെ ക്രൈസ്തവ മേഖലയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഭംഗിയായി അപ്പച്ചൻ എഴുതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ മേഖലയിലുള്ള സ്കൂളുകളിലൊക്കെ ഞങ്ങൾക്ക് ചെല്ലുമ്പോൾ ഇന്ന ആളുടെ മക്കൾ എന്ന് പറയുമ്പോൾ ആ മേഖലകളിൽ ശരിക്കും അവഗണന ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് അതൊരു വിഷയമല്ലായിരുന്നു. കാരണം ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് നല്ലൊരു മാർഗദർശി ആയിരുന്നത് കൊണ്ടും നല്ല രാഷ്ട്രീയ നേതാവായിരുന്നത് കൊണ്ടും അദ്ദേഹം പ്രാവർത്തികമാക്കുന്നതെല്ലാം കൃത്യമായിട്ട് പോകുന്നത് കൊണ്ടും പാർലമെന്റ് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാതെ രാഷ്ട്രീയത്തോടുള്ള സ്പിരിറ്റ് ശരിക്കും ഉപയോഗിച്ചൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഞാനും ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ SFIക്ക് വേണ്ടി 2 വർഷം ആ സ്കൂളിന്റെ സെക്രട്ടറി ആയി വർക്ക് ചെയ്തു. ആ 2 വർഷവും ആ സ്കൂളിൽ SFIയെ വിജയിപ്പിക്കാൻ സാധിപ്പിച്ചു. അപ്പോൾ ആ രീതിയിൽ തന്നെ അവിടുന്ന് സ്കൂളിൽ നിന്ന് പഠിപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് വളരെ, എൻ്റെ സ്കൂൾ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. കാരണം വെച്ചാൽ ആ സ്കൂളിൽ ഞാൻ രാഷ്ട്രീയത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്നത് പോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലും ആ സ്കൂളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ 1982 അവിടുത്തെ NCCയിൽ ഞാൻ ലീഡറായിരുന്നു. 2 വർഷം ഞാൻ ലീഡറായിരുന്നു. NCC ലീഡറായിരുന്നതിനേക്കാൾ ഉപരിയായി വളരെ പ്രയത്നിച്ച് ഈ NCCയിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും NCCയിൽ എവിടെ വരെ പോകണമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എവിടെ വരെ ആകണം എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ദിവസം ജനുവരി 26-ന് ഇന്ത്യ ഗേറ്റിൽ അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇന്ത്യ ഗേറ്റ് വരെ നടക്കുന്ന ഒരു മാർച്ച് പാസ്റ്റ് ഉണ്ട്. അത് കാണാൻ പോകാൻ തന്നെ വലിയ വില കൊടുക്കണം. അപ്പോൾ അതിലൊന്ന് മാർച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമാണ്. 1982 കേരളത്തെ പ്രതിനിധീകരിച്ച് എനിക്ക് ഡൽഹിയിൽ കടന്നു ചെന്ന് ആ റിപ്പബ്ലിക് ഡേ അഥവാ ഇന്ത്യയിലെ സകല NCC കേഡറ്റ്സുകളും 3 വിഭാഗം NCC കേഡറ്റ്സ് ഉണ്ട്. ആ 3 വിഭാഗത്തിൽ നിന്നും വെറും 45 പേരെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന്.
അങ്ങനെ അന്ന് കേരളത്തിൽ നിന്ന് 2 പേര് സെലക്റ്റഡ് ആയി. അതിലൊരാൾ ഞാനായിരുന്നു. ഇന്നത്തെ പോലെ മീഡിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നുള്ള കാലഘട്ടമല്ല. 1982 ഇന്ദിരാഗാന്ധി നമുക്ക് അവിടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നീലം സഞ്ജീവ് റെഡ്ഡിയാണ് അന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നത്. അന്ന് 1982 ജനുവരി 26 എനിക്കും ഇന്ത്യ NCCയുടെ ഇന്ത്യൻ ബറ്റാലിയനിൽ ഒരാളായി ആ മാർച്ച് പാസ്റ്റ് ചെയ്യാൻ ദൈവം എനിക്ക് കൃപ നൽകി. അപ്പോഴൊന്നും എനിക്ക് ദൈവത്തെ അറിയുന്ന ഒരു മനുഷ്യനായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, വളരെ ഉത്സാഹത്തോടെ തന്നെയാണ് ആ സ്കൂളിൽ എന്നെ സ്വീകരിച്ചതും. തിരിച്ചു വന്നപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തന്നെ വലിയൊരു സ്വീകരണം എനിക്ക് ലഭിച്ചു. ഇന്നത്തെ പോലെ മീഡിയ സൗകര്യമില്ല. അന്ന് മനോരമയിലോ മാതൃഭൂമിയിലൊക്കെ ചെറിയൊരു കട്ടിങ്സ് മാത്രമാണ് തൃശ്ശൂരിനെ കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ മാർച്ചിനെ കുറിച്ച് പറഞ്ഞ ചെറിയൊരു ഫോട്ടോയോ എവിടെയോ ഒരു മൂലയിൽ അത്രയേ ഉണ്ടായുള്ളൂ. സ്കൂളിൽ അസംബ്ലിയിൽ എൻ്റെ മെഡലുകൾ, അല്ലെങ്കിൽ എനിക്ക് അവിടെ ലഭിച്ച മെഡലുകൾ അവിടെ അവതരിപ്പിക്കുന്നതൊക്കെ സ്കൂൾ അസംബ്ലിയിലാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ചിന്തിക്കുകയാണ്, ഇന്നൊക്കെ നമ്മുടെ കുട്ടികൾ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുക. അപ്പോൾ ആ രീതിയിലാണ് വാസ്തവത്തിൽ എൻ്റെ ചെറുപ്പകാലങ്ങൾ പോയത്. വളരെ NCCയിൽ വളരെ പ്രയോജനം ചെയ്തു. ഞാൻ പിന്നീട് കഴിഞ്ഞ ദിവസത്തിൽ ഓൾഡ് സ്റ്റുഡൻസിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നീട് ആരെങ്കിലും ഈ സ്കൂളിൽ നിന്ന് ഇന്ത്യൻ റിപ്പബ്ലിക്കിന് മാർച്ച് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 82 മുതൽ ഇതുവരെയും പിന്നെ ആരും അത് അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് അന്നത്തെ ഒരു ഉത്സാഹമായിരുന്നു. എൻ്റെ പിതാവ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ല ഉത്സാഹം നൽകി തരുന്നവന്. എനിക്ക് വാസ്തവത്തിൽ ഒരു മിലിറ്ററിയിൽ ചേരണമെന്നാണ് ആ സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. കാരണം പാലം എയറോഡ്രാമിന്റെ തൊട്ട് താഴത്തുള്ള ആ മിലിറ്ററി ക്യാമ്പിലൊക്കെ വളർന്നപ്പോൾ എനിക്ക് വാസ്തവത്തിൽ ആ ക്യാമ്പ് സമയത്തൊക്കെ എനിക്ക് തോന്നി ഇന്ത്യക്ക് വേണ്ടി മരിക്കണം എന്നൊക്കെയാണ് എൻ്റെ ചിന്ത ഉണ്ടായിരുന്നത്. ഒരു മിലിറ്ററിക്കാരനാകണമെന്നാണ്. കാരണം ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് ലഭിച്ചത് കൊണ്ട്. പക്ഷെ ദൈവം എനിക്ക് ഇന്ത്യൻ പട്ടാളത്തിനേക്കാളും സ്വർഗീയ പട്ടാളത്തിൽ ചേരാനാണ് ദൈവം എനിക്ക് അവസരം നൽകിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഞാനിവിടെ മനസ്സിലാക്കുന്നത്, എൻ്റെ ചെറുപ്രായം എന്ന് പറയുന്നത് വളരെ മനോഹരമായി തീർത്ത ഒരു കാലഘട്ടമാണ്. അപ്പോഴൊന്നും വാസ്തവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇസത്തിന്റെ പുറകിലായതുകൊണ്ട് ഞാൻ മാത്രമല്ല, എനിക്ക് വാസ്തവത്തില് ഞാൻ കത്തോലിക്ക വിഭാഗത്തിൽ ആയിരുന്നു. ആ കാലഘട്ടത്തില് ഈ കത്തോലിക്ക വിഭാഗത്തിലെ എൻ്റെ പിതാവിനോടുള്ള ക്രൂരമായ നടപടികൾ കണ്ട് എനിക്കും മനം മടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫാമിലി, പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ ആങ്ങള കപ്പൂച്ചൻ ഫാദർ ആയിരുന്നു. അപ്പന്റെ ഒരു പെങ്ങള് ഇപ്പോഴും കന്യാസ്ത്രീയാണ്. അപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂരിൽ കവലക്കാട്ട് ഫാമിലിയിൽ നിന്നുള്ള ഒരാളാണ് ഞാൻ മാത്രമാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ സഭയോട് ചേർന്ന് നിൽക്കുന്നതേ ഉള്ളൂ. ബാക്കി എല്ലാവരും കാത്തലിക് ബാക്ക്ഗ്രൗണ്ടാണ്. എനിക്ക് ഇതിന് ഇങ്ങനൊരു അവസരം ദൈവം തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ വിവാഹം നടന്നതൊക്കെ വാസ്തവത്തിൽ കത്തോലിക്ക വിഭാഗത്തിലാണ്. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ എൻ്റെ അമ്മ ഒരു ദൈവഭക്തയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മ പലപ്പോഴും ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ഒരു പെന്തക്കോസ് വീട്ടുകാരുണ്ടായിരുന്നു. തൃശ്ശൂരിന്റെ ഈ കിഴക്കേക്കോട്ട ആ ഭാഗത്തൊന്നും ഒരു പെന്തക്കോസ്തുകാരും ഇല്ല. പിന്നെയും ബ്രദർ മിഷനാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഞങ്ങളെ അടുത്ത് താമസിച്ചിരുന്നത് ഒരു മോശച്ചേട്ടൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഇപ്പോൾ കർത്താവിന്റെ വേലയിലാണ്. എൻ്റെ കളിക്കൂട്ടുകാരനാണ് അതിലൊരാള്. അപ്പോൾ അവരുടെ വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോൾ എൻ്റെ മാതാവ് പലപ്പോഴും അവിടെ കടന്നു ചെല്ലും. എൻ്റെ ചെറുപ്രായത്തിൽ അമ്മയ്ക്ക് വളരെ ഭക്തിയുള്ള സ്ത്രീയായിരുന്നു. അപ്പോൾ അവിടെ പലപ്പോഴും ആ ദേശത്ത് ഒരു പെന്തക്കോസ്തുകാരേ ഉള്ളൂ. അതൊരു വാടകയ്ക്ക്, സ്വന്തം വീടല്ല, വാടകയ്ക്ക് താമസിക്കുന്നത്. ബാബു എന്നാണ് അവിടെ അവരുടെ മോന്റെ പേര്. എൻ്റെ ജൂനിയറാണ്, എൻ്റെ താഴെയാണ് പഠിച്ചതൊക്കെ. അപ്പോൾ അവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ എൻ്റെ അമ്മ വളരെ ഉത്സാഹത്തോടെ അവിടെ കടന്നു ചെല്ലും. ഒരു ദിവസം ആരോ എൻ്റെ അമ്മ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയെന്ന് പറഞ്ഞതിന്റെ പേരിൽ അമ്മ ഇന്ന സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോയെന്ന് ആരോ, കാരണം കത്തോലിക്കയുടെ വിഭാഗത്തിന്റെ ഒരു ഒറ്റ ഏരിയയാണത്, ആരോ അപ്പച്ചനെ വിളിച്ചു പറഞ്ഞു. അപ്പച്ചൻ ഓടി വന്ന് അമ്മയെ മുടിക്കെട്ട് പിടിച്ച് വലിച്ചടച്ച് കൊണ്ടുപോയി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അടിച്ചു. ഇതെല്ലാം കണ്ട ഒരു മനുഷ്യനാണ് ഞാൻ.
പക്ഷെ അമ്മ വളരെ ഞങ്ങളെ ചെറുപ്രായത്തിലെ അമ്മ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര അവഗണന, ക്രൈസ്തവ ലോകത്തോട് ഭയങ്കര അവഗണനയായിരുന്നു. കാരണം വെച്ചാല് ഞങ്ങളുടെ ചെറുപ്രായത്തിലെ തന്നെ ഞങ്ങൾക്ക് അവഗണന ലഭിച്ചത് കൊണ്ടാണ്. ഇന്നാളുടെ മകൻ എന്നുള്ള പേര് കൊണ്ടുള്ള അവഗണനയായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പൻ അങ്ങനെ പാർട്ടിക്കാരനായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആ ഭാഗങ്ങളിൽ നിന്നും തികച്ച അവഗണനയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അപ്പച്ചൻ ഞങ്ങൾക്ക് നൽകി തന്ന ആ രാഷ്ട്രീയ പിന്തുടർച്ച നടത്തുകയും SFIക്കിലൂടെ വന്നു, DYFIയിലേക്ക് കടന്നു. പിന്നെ എൻ്റെ വിദ്യാഭ്യാസം പിന്നെ ഞാൻ പഠിച്ചത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കരയിൽ ETC എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. എൻ്റെ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസമായിരുന്നില്ല. കൈത്തൊഴിൽ മേഖലയായിരിക്കുന്ന ETC എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൊട്ടാരക്കര കൃഷിത്തോട്ടബുക്കിലുണ്ട്. അവിടെയാണ് തുടർകാലം പഠിക്കാനിടയായത്. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ സ്പിരിറ്റ് അന്ന് അവിടെ ചെന്നും, അതൊരു ITC മേഖലയിലുള്ള പ്രവർത്തനമാണ്. അവിടെ ചെന്ന് അവിടെയും രാഷ്ട്രീയ മേഖലയിലെ പ്രവർത്തനങ്ങൾ നടത്താനിടയായി. ആ സമയത്ത് എൻ്റെ പല സുഹൃത്തുക്കൾ, കൊട്ടാരക്കര ആയതുകൊണ്ട് അറിയാമല്ലോ, കൊട്ടാരക്കര എന്ന് പറഞ്ഞ പെന്തക്കോസ്തുകാരുടെ നാടാണ്. എനിക്ക് നല്ല സുഹൃത്തുക്കൾ കൊട്ടാരക്കരയിൽ പെന്തക്കോസ്തുകാരുണ്ട്. അവരുടെ എല്ലാം വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ അവരെല്ലാം എന്നോട് സുവിശേഷം പറയാറുണ്ട്. പക്ഷെ ഞാനൊന്നും അതിന് ചെവി കൊടുക്കാറില്ല. എങ്കിൽ പോലും ആ കാലഘട്ടങ്ങളിൽ ഞാൻ പഠിച്ച ഹോസ്റ്റലിന്റെ അടുത്ത് എൻ്റെ കൂടെ പഠിച്ച റെഞ്ചി എന്ന് പറയുന്ന ഒരു പെന്തക്കോസ്തുകാരനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പലപ്പോഴും അവർക്ക് അവരുടെ അപ്പച്ചനെ എന്നെ ഇഷ്ടമല്ല. കാരണം റെഞ്ചി എന്റെ സുഹൃത്താണ്, ഞാൻ രാഷ്ട്രീയക്കാരനാണെന്ന് അറിയുന്നത് കൊണ്ടൊരു പെന്തക്കോസിലെ ഒരു അപ്പച്ചൻ ഒരിക്കലും എന്റെ കൂട്ടുപിടിക്കുന്നത് ഇഷ്ടമല്ല. പലപ്പോഴും എന്നെ വഴക്ക് പറയാറുണ്ട്. ആ അപ്പച്ചൻ എന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അവരുടെ മാതാവ് നല്ല സ്നേഹമുള്ള ഒരു മാതാവായിരുന്നു. അന്നും നല്ല സ്നേഹത്തോടെ ഉൾക്കൊള്ളാനും എന്നോട് സുവിശേഷം പറയാറുണ്ട്. പക്ഷെ അവിടെ ഒന്നും എൻ്റെ ഹൃദയത്തിലേക്ക് സുവിശേഷം വന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ സത്യം. പലപ്പോഴും എന്നെ അവര് ആത്മീയ കൂട്ടായ്മയ്ക്കൊക്കെ വിളിക്കും. ഞാൻ പോകാറില്ല, ഞാൻ ഒഴിഞ്ഞു മാറാറ്. അങ്ങനെ എൻ്റെ ജീവിതത്തിന്റെ ചെറുപ്പ യൗവനകാലം അങ്ങനെ ചിലവഴിക്കാൻ ദൈവം കൃപ നൽകി. അതിനുശേഷം ഞാൻ എൻ്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, എൻ്റെ വിവാഹം നടക്കുന്ന എൻ്റെ 2 സഹോദരിമാരാണ്. അവർ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞ് അമ്മയും ഞാനും മാത്രം. അപ്പന്റെ ബിസിനസിന്റെ മേഖലയായിരുന്നു. ഞങ്ങൾക്കൊരു മെഴുതിരി കമ്പനി ഉണ്ടായിരുന്നു. ആ മെഴുതിരി കമ്പനിയുടെ ഇതിലാണ് പിന്നീട് ഞാൻ എൻ്റെ ജീവിതം ബിസിനസ്സിലേക്ക് മാറുകയാണ്. പിന്നെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ബിസിനസ്സിലേക്ക് വന്നു. രാഷ്ട്രീയം പതുക്കെ ഒരല്പം പുറകിലായി. എന്നാലും രാഷ്ട്രീയം വിടാനിടയായില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ പിതാവി പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ നേരു നോക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അപ്പൻ ആദ്യ കാലഘട്ടത്തിൽ ഏക കമ്മ്യൂണിസത്തിലായിരിക്കുന്ന കാലഘട്ടത്തിൽ അപ്പൻ അതിനുവേണ്ടി ജീവിച്ചു. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് 2ആയി പിരിഞ്ഞതിന് ശേഷം എൻ്റെ പിതാവ് ആ ഇസത്തിൽ നിന്ന് മാറി ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലേക്ക് കടന്നു പോകാനിടയായി. പ്രത്യേകിച്ച് EMS നമ്പൂതിരിപ്പാട് കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി വാസ്തവത്തിൽ കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യനായിട്ടാണ് എൻ്റെ പിതാവിനെ പിന്നീട് അറിയപ്പെടുന്നത്. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിൽ അദ്ദേഹം ഉപവാസം അനുഷ്ഠിക്കാനിടയായി. എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പിതാവിന് ആദ്യമുണ്ടായ ഒരു അനുഭവം എന്തെന്ന് ചോദിച്ചാൽ, തൃശ്ശൂർ ടൗണിൽ ചെട്ടിയങ്ങാടിയിൽ എൻ്റെ പിതാവിന് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. ആ ഓഫീസിന്റെ താഴെ ഒരു ഹോട്ടലുണ്ട്. അപ്പനുണ്ടായ ഒരു മാറ്റമാണ്. ഏത് മനുഷ്യനും ഓരോ മാറ്റങ്ങൾക്ക് സാഹചര്യമുണ്ടല്ലോ. എൻ്റെ പിതാവ് പാർട്ടി പ്രവർത്തനവും പത്രപ്രവർത്തനവും ഒക്കെ ആയി നടക്കുന്ന സമയത്ത് ആ ഹോട്ടലിന്റെ മുമ്പിൽ ഒരു ഭിക്ഷാടകൻ കടന്നു വന്ന് ആ ഹോട്ടലിൽ ചായ ചോദിച്ചപ്പോൾ അതിന്റെ ഓണർ ചൂടുവെള്ളം കൊണ്ടുവന്ന് ആ കുഷ്ഠരോഗിയുടെ ശരീരത്തിലേക്ക് ഒഴിച്ചത് എൻ്റെ പിതാവ് കണ്ടു. എൻ്റെ പിതാവിന് ഒത്തിരി പത്ര റിപ്പോർട്ടുകൾ ആ കാലഘട്ടത്തിൽ അപ്പനെ കുറിച്ചുണ്ടായിരുന്നു. ഉടനെ തന്നെ അപ്പൻ പ്രതികരിക്കുകയും
അപ്പൻ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കമ്മ്യൂണിസത്തിന്റെ രാഷ്ട്രീയത്തിലായിരുന്നത് കൊണ്ട് ശക്തമായ, അപ്പൻ പറഞ്ഞാൽ ഓടി വരാൻ ആളുകളുണ്ട്. അവിടുത്തെ CITUകാരൊക്കെ കടന്നു വന്നു, അപ്പന് വേണ്ടി സംസാരിച്ചു, ആ കുഷ്ഠരോഗി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അന്ന് ആ കുഷ്ഠരോഗിയെ കൊണ്ട് കൊരട്ടി കുഷ്ഠരോഗാശുപത്രിയിലേക്ക് എൻ്റെ പിതാവ് കടന്നു ചെന്നപ്പോൾ ആ കുഷ്ഠരോഗാശുപത്രിയുടെ ശോചനീയാവസ്ഥ ആദ്യമായിട്ട് എൻ്റെ പിതാവ് മനസ്സിലാക്കി. കുഷ്ഠരോഗാശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ അന്ന് കാലത്തുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ കുഷ്ഠരോഗാശുപത്രി അല്ല, അന്ന് ചാവാൻ കൊണ്ടുപോയി ഇടുന്ന സ്ഥലമായിരുന്നു കുഷ്ഠരോഗാശുപത്രി. അത് എൻ്റെ പിതാവിന് വലിയ വേദനയാക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പനെ കുറിച്ച് പറയാൻ കഴിയും. അപ്പോൾ അപ്പൻ അവിടുന്ന് രാഷ്ട്രീയ ഭാവി നോക്കാതെ അതാണ് ഞാൻ പറഞ്ഞത്, അപ്പന്റെ കൂടെ പോസ്റ്റർ അടിച്ച ആളുകള് ഈ കേരളത്തിലെ കൃഷിമന്ത്രിയായ ചരിത്രം വരെ അപ്പൻ പറയാറുണ്ട്. നല്ല സുഹൃത്തുക്കൾ അപ്പനുണ്ട്. അപ്പോ അപ്പൻ അത് രാഷ്ട്രീയ ഭാവി നോക്കാതെ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് കടന്നു. അങ്ങനെ കുഷ്ഠരോഗികളുടെ ഉന്നമനത്തിന് വേണ്ടി കേരള ലെപ്പേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന എൻ്റെ പിതാവ് രൂപീകരിച്ചു. അങ്ങനെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ആ മനുഷ്യൻ ഉപവാസം അനുഷ്ഠിച്ചു. അവർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായി അദ്ദേഹം തീരുമാനമെടുത്തു. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കടന്നു വന്നിട്ടാണ് എൻ്റെ പിതാവിന് നാരങ്ങാവെള്ളം കലക്കി കൊടുത്ത് ആ ഉപവാസം അവസാനിപ്പിക്കുന്നത്. അന്നു മുതൽ എൻ്റെ പിതാവിന് പേര് വന്നു കുഷ്ഠരോഗികളുടെ നേതാവ് എന്ന്. എൻ്റെ അപ്പൻ അതിനൊന്നും നാണക്കേടായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ അത് ആത്മാർത്ഥമായി അദ്ദേഹം അത് നടത്തി, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ആശുപത്രിയുടെ സ്ഥിതി മാറി. കേരളത്തിൽ 3 കുഷ്ഠരോഗാശുപത്രിയാണ്. ആ 3 കുഷ്ഠരോഗാശുപത്രിയുടെ സ്ഥിതി ഇന്ന് വളരെ ഭേദമായി മാറി. അന്ന് തൊട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയായി. ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ അപ്പന്റെ കൂടെ ആയിരുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എൻ്റെ പിതാവ് ആ ലെവലിൽ ആയിരുന്നപ്പോൾ അപ്പൻ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാമ്പത്തികമായി നന്മ ആവശ്യമാണ്. ആ സമയത്ത് എൻ്റെ അപ്പൻ ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മജീഷ്യൻ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് വാഴക്കുന്നം നമ്പൂതിരിപ്പാടാണ്. കേരളത്തിൽ ഇന്ന് മാജിക്കുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാലഘട്ടം. അന്ന് ആ കാലത്തോട്ടൊന്നും മാജിക്കുകാർ കേരളത്തിലില്ല. എൻ്റെ ഫാദർ വാഴക്കുന്നം നമ്പൂതിരിപ്പാടിനോട് ചേർന്ന് നിന്ന് അല്പം വിദ്യകളൊക്കെ പഠിച്ചു. വിദ്യകൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവ് 1970-ലോ 71-ലോ ആണ് തൃശ്ശൂരിൽ കണ്ണുകെട്ടി മോട്ടോർ സൈക്കിൾ ഓടിച്ച് അന്ന് എൻ്റെ പിതാവ് ഒരു പ്രോഗ്രാം തൃശ്ശൂർ ടൗൺ ഹാളിൽ നടത്തിയതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഞാൻ അന്ന് ചെറിയ കുട്ടിയാണ്. അന്നു മുതൽ അപ്പൻ്റെ പേര് മറ്റൊരു പേരായി മാറി പ്രൊഫസർ കൊരട്ടി എന്നായി. അങ്ങനെ ഒരുപാട് സ്റ്റേജുകളിൽ പ്രോഗ്രാം നടത്തി അപ്പൻ ഇവർക്ക് വേണ്ടുന്ന സാമ്പത്തിക കാര്യത്തിന് വേണ്ടി, സാമ്പത്തിക നന്മ എടുക്കാൻ വേണ്ടി ഒരു മജീഷ്യനായി മാറി എന്നുള്ളതാണ്. അപ്പോൾ വാസ്തവത്തിൽ ഞാനും എൻ്റെ അപ്പന്റെ പുറകെ ആയിരുന്നത് കൊണ്ട് ചെറുപ്രായം മുതലേ ഞാൻ മാജിക് സ്റ്റേജുകളിൽ തിളങ്ങാനിടയായി. എൻ്റെ 12-ാമത്തെയോ 13-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് മാജിക് കാണിക്കാൻ ഇടയായത്. അതും എൻ്റെ പ്രായം ആ കാലഘട്ടത്തിൽ തൃശ്ശൂർ ഒരു മാജിക്കുകാരനെ പോലും എടുക്കാനുള്ള കാലഘട്ടമല്ല അത്. കാരണം അപ്പൻ അറിയപ്പെടുന്നത് പ്രൊഫസർ കൊരട്ടി എന്ന നിലയിൽ അപ്പൻ എന്നെ മാജിക് ഫീൽഡ്, അപ്പൻ എങ്ങനെയാണ് ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു. ഞാൻ മാജിക് പഠിപ്പിക്കാൻ അപ്പച്ചനോട് പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞത്, എനിക്കാരും മാജിക് പഠിപ്പിച്ച് തന്നതല്ല. ഞാൻ വാസ്തവത്തിൽ വാഴക്കുന്നം നമ്പൂതിരിപ്പാടിനോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കി ഞാൻ സ്വയം അതിലേക്ക് സ്റ്റെപ്പ് വെച്ചതാ. നിനക്ക് സ്വന്തമായി കഴിവുണ്ടെങ്കിൽ നിനക്കിതിൽ വളർന്നു വരാം എന്ന് പറഞ്ഞ് ഒരു മാജിക് അപ്പൻ ചെയ്യേണ്ടതായിരിക്കുന്ന പുഴക്കലിൽ നടന്നൊരു പ്രോഗ്രാമിൽ അപ്പൻ ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു പ്രോഗ്രാം പൂർണ്ണമായും എനിക്ക് വിട്ടു തന്നിട്ട് എൻ്റെ ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാം അവിടെ ഞാൻ അവതരിപ്പിക്കുകയാണ്.
അത് 1 മണിക്കൂറിന് താഴെ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അത് വളരെ മനോഹരമായെന്ന് കണ്ടപ്പോൾ കേരള യുക്തിവാദി സംഘടനയിൽ ഉണ്ടായിരുന്ന ഒത്തിരി പേര് അപ്പന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. എന്റെ ജീവിതത്തിലെ ഓരോ ടേണിംഗ് പോയിന്റുകളാണത്. അവിടെ വെച്ചിട്ടാണ് കേരള യുക്തിവാദി സംഘടനയുടെ പ്രവർത്തകന്മാരായിരിക്കുന്ന അനേകരുമായി എൻ്റെ പിതാവിന് നല്ല ബന്ധം വന്നു. അവരുടെ സ്റ്റേറ്റ് ലീഡർമാരിൽ ഒരാളായി എൻ്റെ പിതാവ് മാറി. ഈ അനാചാരങ്ങൾക്ക് വേണ്ടി ശക്തമായ രീതിയിൽ മാജിക്കിലൂടെ ഉത്തരം പറയുന്ന ഒരു സ്വഭാവം എൻ്റെ പിതാവിനുണ്ടായിരുന്നു. കാരണം അപ്പൻ ശൂന്യതയിൽ നിന്ന് ഭസ്മമെടുത്ത് സത്യസായി ബാബയെ വെല്ലുവിളിച്ച ചരിത്രമുണ്ട്. യേശുക്രിസ്തുവിന് വെല്ലുവിളിച്ചത് കാനാവിലെ കല്യാണ വിരുന്നിലെ വെള്ളം വീഞ്ഞാക്കിയ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അപ്പൻ സ്റ്റേജിൽ, അപ്പച്ചൻ വീഞ്ഞല്ല എടുക്കുന്നത്, അപ്പച്ചൻ പച്ചവെള്ളത്തെ ബ്രാൻഡിയാക്കി കൊടുക്കും. എന്നിട്ട് പരസ്യമായി അവിടെ നിന്ന് പറയും, നിങ്ങളുടെ ദൈവം കടുപ്പം കുറഞ്ഞ വീഞ്ഞു കൊടുക്കുമ്പോൾ ഇതാ പ്രൊഫസർ കൊരട്ടി പച്ചവെള്ളത്തെ ബ്രാൻഡിയാക്കി കൊടുക്കുന്നു എന്ന്. അപ്പോൾ അതുപോലെ ശക്തമായ രീതിയിൽ എൻ്റെ പിതാവ് മാജിക്കിലൂടെ യുക്തിവാദത്തെ വളർത്തുവാൻ ശ്രമിച്ചിരുന്നു. അത് ഞങ്ങളെയും സ്വാധീനിച്ചിരുന്നു. ഞാനും ആ കാലഘട്ടത്തിൽ പിതാവിനോട് കൂടെ കടന്നുപോയി. പിന്നെ എൻ്റെ അപ്പനെ അറിയപ്പെടുന്നത് ചുട്ടകോഴിയെ പറപ്പിച്ച പ്രൊഫസർ കൊരട്ടി എന്നാണ്. ഒരു സ്റ്റേജിൽ അപ്പച്ചൻ അത് ഈ മന്ത്രവാദികൾക്കെതിരെ ശക്തമായ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, ഇന്നുള്ള മാന്ത്രികന്മാരെ അപ്പച്ചൻ വെല്ലുവിളിച്ചിട്ട് പറയുകയാണ്, ഒരു കോഴിയെ കൊണ്ടുവന്ന് നുറുക്കി ചുട്ട് അതിനെ ജീവൻ വെപ്പിക്കാൻ കഴിയുന്ന മന്ത്രവാദികൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അത് സ്റ്റേജിൽ വെച്ച് എൻ്റെ പിതാവ് ചുട്ട കോഴിയെ പറപ്പിച്ച് കാണിച്ചു കൊടുത്തു. ഇത് തൃശ്ശൂരിൽ ആയിരിക്കുന്ന ആരോട് വയസ്സായ ആളുകളോട് ചോദിച്ചാൽ അറിയും എൻ്റെ പിതാവിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ അതോടുകൂടി തൃശ്ശൂരിൽ എൻ്റെ പിതാവ് ശക്തമായ രീതിയിൽ ഒരു മാജിക്കുകാരൻ എന്ന നിലയിൽ അറിയപ്പെടാനിടയായി. അങ്ങനെ യുക്തിവാദി സംഘടനയ്ക്ക് ഒരു അപ്പോസ്തലൻ എന്ന നിലയിലാണ് എൻ്റെ പിതാവ് അറിയപ്പെടുന്നത്. എൻ്റെ കേരള യുക്തിവാദി സംഘടന എൻ്റെ പിതാവിന് മരണത്തിന് മുമ്പ് അവർ ആദരിക്കാനിടയായി. തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ച് അവരുടെ സ്റ്റേറ്റ് തലത്തിലുള്ളവർ കടന്നു വന്ന് അവർ ഷോൾ അണിഞ്ഞു. അവര് ശക്തമായ രീതിയിൽ എൻ്റെ പിതാവിനെ ആദരിക്കുവാനും ഒരു ഷീൽഡ് കൊടുക്കുവാനും, ഷീൽഡ് എൻ്റെ വീട്ടിലുണ്ട്, ഇപ്പോഴും ഞാനത് കളഞ്ഞിട്ടില്ല, അതിങ്ങനെ എടുത്തു വെച്ചിരിക്കുക. കാരണം എനിക്ക് സുവിശേഷം പറയുമ്പോൾ ഒക്കെ അത് വലിയ പ്രയോജനമാണ്. കാരണം സാധാരണ നമ്മുടെ പെന്തക്കോസ്തിലുള്ള ആളുകൾ പറയുമ്പോൾ ഞാൻ ഭയങ്കര യുക്തിവാദിയായിരുന്നു എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരാൾ യുക്തിവാദിയാന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് പവനനെ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ വാസ്തവത്തിൽ യുക്തിവാദിയാണെന്ന് നമ്മൾ പറയുന്നെങ്കിൽ പോലും വാസ്തവത്തിൽ യുക്തിവാദി സംഘടനയ്ക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ പ്രവർത്തിച്ചു കാണില്ല. മനസ്സിന്റെ അനുഭവമാണ് ഞാനൊരു യുക്തിവാദിയായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവരെ എല്ലാം അറിയും. തൃശ്ശൂരിലെ ആർട്ടിസ്റ്റ് വാവ, പവനൻ, ഇവരൊക്കെ അപ്പന്റെ സുഹൃത്തുക്കളായിരുന്നു. ഇടമറുക്, അവരൊക്കെ അപ്പന്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായിരുന്നു. അപ്പൻ അതുപോലെ പ്രവർത്തിച്ചൊരു മനുഷ്യൻ. അപ്പോൾ ഞങ്ങളെയും വളർത്തി, ഞാൻ പറയുന്നത് എൻ്റെ അപ്പനെയാണ് ഞാനിപ്പോൾ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പിതാവിന്റെ ആ ഇസത്തോടും താല്പര്യത്തോടും എനിക്ക് വലിയ ആകർഷണം ആയി. ആ രീതിയിൽ ഞാൻ പ്രവർത്തിക്കാനിടയാണ്. അങ്ങനെ ഞാനും അതുപോലെ തന്നെ ആ രീതിയിൽ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ മാജിക് പ്രോഗ്രാം കിട്ടുന്ന പൈസ ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു. പിതാവിനോട് ചേർന്ന് നിന്ന് അതിൽ നിന്ന് ഒരു നന്മയും ലാഭം നോക്കിയിട്ടല്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടുന്നത്, ഞങ്ങൾക്കൊരു മെഴുതിരി കമ്പനി ഉണ്ടായിരുന്നു. ആ മെഴുതിരി അതും ഈ കുഷ്ഠരോഗികളുടെ കുടുംബത്തിൽപ്പെട്ടവരെ ഞങ്ങൾ ജോലി കൊടുത്തിരുന്നത്. കുഷ്ഠരോഗികളുടെ ഭാര്യമാരെ, കുഞ്ഞുങ്ങള്, അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമാണ് അവിടെ ജോലി കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ പിതാവ് അറിയപ്പെട്ട ഈ കുഷ്ഠരോഗികളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. പിന്നീട് ഞങ്ങള് എൻ്റെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനിടയായി. ഞാൻ തൃശ്ശൂരിൽ അതൊന്നും ഈ രാഷ്ട്രീയ ബന്ധം അതിനകത്തും ഉണ്ട്. കാരണം തൃശ്ശൂരിൽ ആദ്യമായി CITU, തൃശ്ശൂർ ടൗൺ CITU ഉണ്ടാക്കിയ പോൾ എന്ന് പറയുന്ന ഒരു സഖാവ്, ആ സഖാവിന്റെ മകളെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ
അപ്പനും അവരും ഈ ഒരു പാർട്ടിയിലുണ്ടായിരുന്നു. അപ്പൻ ഈ പറഞ്ഞ മാതിരി ശ്രീധനത്തിന് ശക്തമായി വിരോധമായി സംസാരിക്കുന്ന മനുഷ്യനാണ്. അപ്പൻ ശ്രീധനം വാങ്ങിയിട്ടില്ല. അപ്പൊ എന്റെ അപ്പനും അങ്ങനെ പറഞ്ഞു, നീയും പാർട്ടി തലത്തിൽ, അപ്പൻ അങ്ങനെയായിരുന്നു, പാർട്ടി തലത്തിൽ കല്യാണം നടത്തണം എന്നാണെന്ന് അപ്പനാഗ്രഹം. പക്ഷെ എന്റെ അമ്മ അനുവദിച്ചില്ല. അവിടെ അച്ഛന്മാരുടെയും ഒക്കെ വീട്ടിൽ അവിടെ പോയി അമ്മ കരഞ്ഞ് നിലവിളിച്ച് പള്ളിയിൽ ചേർത്ത് വിവാഹം ചെയ്തു. ബിഷപ്പാണ് എന്റെ കല്യാണം നടത്തിയത്. അപ്പോൾ റോമൻ കത്തോലിക്കക്കാർ സമ്മതിച്ചില്ല. അപ്പോൾ തൃശ്ശൂരിലെ അറിയപ്പെടുന്ന തൃശ്ശൂരിൻ്റെതായിരിക്കുന്ന ഖൽദായ സുറിയാനി സഭ, അവിടുത്തെ ഈ കഴിഞ്ഞ ദിവസത്തിൽ ബിഷപ്പ് മരിച്ചുപോയി, അദ്ദേഹമാണ് എന്റെ വിവാഹം നടത്തുന്നത്. കാരണം കത്തോലിക്കക്കാർ ഒരു അല്പം പോലും അനുവാദം ഞങ്ങൾക്ക് നൽകിയില്ല. കാരണം എന്റെ പിതാവ് അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ്. അത് ശക്തമായി അച്ഛന്മാർക്ക് വേണ്ടി, അച്ഛന്മാരെ വിരുദ്ധമായി എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. അപ്പോ അങ്ങനെ പക്ഷെ ഞാനതിന് അമ്മയുടെ ആഗ്രഹം നിറവേറാൻ ചെന്ന് നിന്ന് കൊടുത്തു. പക്ഷെ ഞാൻ ഇതുവരെ ആ പള്ളിയിലൊന്നും പോയിട്ടില്ല. രാഷ്ട്രീയമായി അങ്ങനെ തന്നെ ഞാൻ മുൻപോട്ട് നീങ്ങുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2 മക്കൾ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അതിനുശേഷമാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ പോലെ പോൾ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ അറിയുന്നത് MBT പോൾ എന്ന് പറഞ്ഞാലാണ് അറിയുന്നത്. കാരണം ഇയാള് ചുമട്ടുതൊഴിലാളി യൂണിയന്റെ അവിടുത്തെ ഒരു പഴയ സഖാവാണ്. ആദ്യമായിട്ട് തൃശ്ശൂരിലെ ചുമട്ടുതൊഴിലാളി യൂണിയൻ തൃശ്ശൂരില് ഉണ്ടാക്കിയ ഒരു മഹൽ വ്യക്തിയായിരുന്നു. അപ്പൊ അവരുടെ മകളെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. എന്റെ ഫാമിലി എന്ന് പറയുന്നത് എന്റെ സഹോദരിമാരും ഞാനും, ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാജിക് ഫീൽഡിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എന്റെ സഹോദരിമാർ രണ്ടുപേരും കലാപരമായി മുമ്പിലായിരുന്നു. സ്റ്റേറ്റ് തലത്തിലൊക്കെ സമ്മാനം വാങ്ങിയ, ഞാനും മിമിക്രിയിലും മോണക്റ്റിലും അപ്പം തന്നെ ഒക്കെ പങ്കെടുക്കുമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. എൻ്റെ സഹോദരിമാര് രണ്ടുപേരും ടീച്ചേഴ്സാണ്, ഡാൻസ് ടീച്ചേഴ്സാണ്. എൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ മറ്റേ വൈഫ് ക്ഷേമാവതിയുടെ, തൃശ്ശൂർ ക്ഷേമാവതി ടീച്ചറുടെ ശിഷ്യത്തെയാണ്. 9 കൊല്ലം എൻ്റെ ഭാര്യ കലാമണ്ഡലം ക്ഷേമാവതി സഹോദരി ടീച്ചറുടെ കീഴിൽ ഡാൻസ് അഭ്യസിച്ചു. അതുപോലെ എൻ്റെ സഹോദരി അതുപോലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ടീച്ചേഴ്സുകളുടെ കീഴിൽ കുച്ചിപ്പുടിയും ഭരതനാട്യവും ഒക്കെ പഠിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിനകത്ത് എൻ്റെ ഭാര്യ പിന്നെ സിസ്റ്റർ, ഇവരെല്ലാം ശാസ്ത്രീയമായി ഡാൻസ് പഠിച്ച് അഭ്യസിപ്പിച്ച ടീച്ചേഴ്സാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിനെ അറിയാൻ ഉണ്ടായ ആദ്യത്തെ സ്റ്റെപ്പ് എന്തെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ സ്റ്റെപ്പ് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ ദൈവത്തോട് ഒരു താല്പര്യമില്ലാത്ത കാലം ഞാൻ അല്പം മദ്യപിക്കുമായിരുന്നു. സത്യത്തില് വലിയ മദ്യപാനിയാണെന്നും ഞാൻ പറയില്ല. സാധാരണ പറഞ്ഞ ഭയങ്കര അങ്ങനെയൊന്നുമില്ല. ചെറിയ മദ്യപാനിയായിരുന്നു, വലിയ മദ്യപാനിയൊന്നുമല്ല. പക്ഷേ എനിക്ക് അതിനോട് അല്പം അസ്വസ്ഥത തോന്നി, താല്പര്യം അല്പം ലിവർ ഫംഗ്ഷന് ചെറിയൊരു പ്രയാസം എനിക്കുണ്ട്. കാരണം ഞാൻ വലിയ മദ്യപാനി അല്ലെങ്കിൽ പോലും അതിന് ഒരു ബുദ്ധിമുട്ട് വന്നു. മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ നിർത്താൻ കഴിയുന്നില്ല. ആ സാഹചര്യത്തിൽ വന്നപ്പോൾ എൻ്റെ അനിയൻ, കത്തോലിക്കയിലുള്ള അനിയനാണ്, ജോഫി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കരിസ്മാറ്റിക്കിലൊക്കെ വിശ്വസിക്കുന്ന ഒരു ആളായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ പോകരുത്, നമുക്ക് ധ്യാനത്തിനൊന്ന് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഒരു ആത്മീയ കൂട്ടായ്മ, ഞാൻ പറഞ്ഞല്ലോ വിശ്വാസം ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, എങ്ങനെയും മദ്യപാനം ഒന്ന് നിർത്തണം, അത്രേ ഉള്ളൂ. ഞാൻ ശ്രീ നായ്ക്കൻ പറമ്പൽ അച്ഛൻ നടത്തുന്നതായിരിക്കുന്ന പോട്ട ആശ്രമത്തില് ഞാൻ ആദ്യമായി കടന്നു ചെന്നു. അങ്ങനെ വാസ്തവത്തില് എൻ്റെ രക്ഷയുടെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ് പോട്ട ആശ്രമത്തിലാണ്. എനിക്ക് വളരെ മനസ്സിനെ സ്വാധീനിച്ച ഒരു മനുഷ്യനാണ് ഫാദർ നായ്ക്കൻ പറമ്പലച്ചൻ, മാത്യു നായ്ക്കൻ പറമ്പലച്ചൻ. എന്നെ വലിയ മകനെ പോലെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പലപ്പോഴും പിന്നെ അവിടുത്തെ എല്ലാ ശനിയാഴ്ചയും അവിടെ കടന്നു ചെല്ലുകയും അവിടെ ചെന്ന്, പക്ഷെ എനിക്ക് മദ്യപാനത്തിൽ നിന്നും വിടുതൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് അവിടെ ഒരു യേശുവിനെ മനസ്സിലാക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എനിക്ക് അവിടെ നിന്നാണ് ലഭിക്കുന്നത്. സാധാരണ എനിക്ക് ആളുകൾ പറയുമെന്ന് എനിക്ക് അറിയില്ല, ഞാൻ സത്യത്തിൽ രക്ഷിക്കപ്പെട്ടത് ഞാൻ നായകൻ പറമ്പലച്ചന്റെ കീഴിലാണ്. രക്ഷയുടെ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചത്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ.
പിന്നീട് ആ, മദ്യപാനം എന്നാലും എനിക്ക് നിർത്താൻ സാധിച്ചിരുന്നില്ല. മദ്യപാനം വലിയ മദ്യപാനിയല്ല, അപ്പൊ തന്നെ എനിക്ക് നിർത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഞാൻ എല്ലാം ആ, ആ, ഇത് ഉപയോഗിക്കുമായിരുന്നു, പാൻ പരാഗ് കഴിക്കുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. കഞ്ചാവ് അടിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മദ്യം കഴിക്കുക അത്രയും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതുപോലെ എനിക്കൊരു അസ്വസ്ഥത തോന്നി. അത് വേണ്ടെന്ന് വിചാരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. പക്ഷെ അന്ന് വളരെ മനോഹരമായി ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുന്നത് എന്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി കുന്നംകുളംകാരിയാണ്. അവർ ബ്രദർ മിഷനിൽ പോയിരുന്ന ഒരു സഹോദരിയായിരുന്നു. അപ്പൊ ഞാൻ മെഴുകുതിരി ബിസിനസ്സിനായിട്ട് പോകുമ്പോൾ ഞങ്ങൾ എപ്പോഴും സംവാദിച്ചു കൊണ്ടിരിക്കും. ചേച്ചി എന്നോട് സുവിശേഷം പറയും, അപ്പോൾ ഞാൻ അതിനെ ഓപ്പോസിറ്റ് പറയും. അപ്പൊ ഞങ്ങളിരുന്ന് വണ്ടിയിലിരുന്ന് ഭയങ്കര തർക്കങ്ങളും വാദങ്ങളുമാണ്. അപ്പോൾ വാസ്തവത്തില് ആ ചേച്ചിയൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഉള്ളിൽ ഉപബോധം, നമുക്ക് ബോധമനസ്സിൽ നമ്മൾ എതിർക്കുന്നെങ്കിൽ പോലും ഉപബോധ മനസ്സിൽ പലപ്പോഴും അത് എനിക്ക് എന്റെ ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കുടുംബജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും വാസ്തവത്തിൽ ചില അകൽച്ചകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു. നിസ്സാരമായ കാര്യത്തിന് ഞാൻ പെട്ടെന്ന് ചൂടാവുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസിയല്ലല്ലോ. പെട്ടെന്ന് എന്തെങ്കിലും, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതാണ് ഞങ്ങൾ വളർത്തപ്പെട്ടത് ആ രീതിയിൽ. ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയപ്പോൾ ഉഴപ്പ് ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ ഉഴപ്പ് കാണുമ്പോൾ ഇന്നും എൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് എൻ്റെ. ഉഴപ്പ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. അത് 1-2 പ്രാവശ്യം പ്രതികരിച്ചത് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങള് കുറച്ച് നാളുകൾ ഞങ്ങൾ അകൽന്ന് കഴിയേണ്ടി വന്നു ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ. അത് വാസ്തവത്തിൽ എന്നെ വല്ലാത്ത സാഹചര്യത്തിലേക്ക്, അല്പം കൂടി മദ്യപാനത്തിന്റെ സ്പീഡ് കൂടാനിടയായി. മദ്യപാനം അത് എന്നെ വിട്ടു പോകുമെന്ന് എനിക്ക് തോന്നാത്ത സ്ഥിതി. എനിക്ക് മനസ്സിലായി എന്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരു മകൻ പിറന്ന സമയമാണ്. ആ സമയത്ത് കുറച്ചു നാളുകൾ ഞങ്ങൾക്ക് അകൽച്ച വന്നു. പക്ഷേ ദൈവം എന്നെ കണ്ടിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ ഇടയായത് വേറെ ഒന്നുമല്ല. ഞാൻ വാസ്തവത്തിൽ ആഗ്രഹിച്ചതാണ്, ഇനി ദൈവത്തെ ആശ്രയിക്കാം. എന്റെ വീടിന്റെ അടുത്തുള്ള 1-2 പെന്തക്കോസ്തുകാർ എന്നോട് പറയും, ബ്രദറെ വയൂ നമുക്ക് പള്ളിയിൽ പോവാം എന്ന് പറയുമ്പോൾ അവർക്കൊന്നും ഞാൻ എന്നെ വിട്ടുകൊടുക്കാറില്ല. പക്ഷെ എനിക്ക് എന്റെ ഹൃദയത്തിൽ തോന്നി, എന്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് എനിക്ക് തോന്നിയപ്പോൾ, എന്റെ കുടുംബജീവിതം നശിച്ചു എന്ന് എനിക്ക് തോന്നിയപ്പോൾ, എനിക്ക് ആരാധനയ്ക്ക് പോകണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് എന്റെ ഭാര്യയ്ക്ക് അതേ വെളിപ്പാട് കിട്ടി. അവള് ആ സമയത്ത് നിരാശപ്പെട്ട് അവളും, കാരണം ഒരു ആവശ്യമില്ലാതെ നിരാശയാണ് രണ്ടുപേരും. പക്ഷെ ദൈവത്തിന്റെ ഒരു നിയോഗമായിട്ട് പിന്നീട് എനിക്ക് മനസ്സിലായി. അവളും അവളുടെ ജീവിതത്തിൽ കർത്താവിനെ സ്വീകരിച്ച് അവളുടെ വീടിന്റെ അടുത്തുള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ നെല്ലിക്കുന്ന് അവള് ആരാധനയ്ക്ക് കടന്നു പോകാനിടയായി. അവിടെ വെച്ച് അവള് രക്ഷിക്കപ്പെട്ടു. അവള് രക്ഷിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ പാസ്റ്റർ CV പോൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം എന്നെ വിളിപ്പിച്ച് എന്നോട് ചോദിച്ചു, മോനെ നിങ്ങളുടെ പ്രശ്നം എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ വളരെ ഗൗരവമായി തന്നെയാണ് ഈ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാലും എനിക്ക് പെന്തക്കോസ്തിൽ പോകണം താല്പര്യം ഉണ്ടായിരുന്നില്ല. അവള് പള്ളിയിൽ പോകുന്നത് എന്നോട് ചോദിച്ചു, സ്നാനപ്പെടുത്തുന്ന വലിയ വിരോധമുണ്ടോ? ഞാൻ ഒരു വിരോധമില്ല. സ്നാനത്തെ കുറിച്ച് എനിക്ക് മനസ്സിലായിരുന്നു. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ കൂടെ ജോലിയിൽ കടന്നു വന്നിരുന്ന പ്രിയ ചേച്ചി ബ്രദറുകാരിയായിരുന്നു. ഞങ്ങൾ ഈ സ്നാനവും മറ്റുള്ള കാര്യവും ഒക്കെ ഇതിനു മുൻപേ വണ്ടിയിൽ 3-4 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു വാസ്തവത്തില്. അപ്പോ വാസ്തവത്തിൽ സ്നാനം എന്താണെന്ന് എനിക്ക് അന്ന് തൊട്ടേ അറിയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ അമ്മ, ഞങ്ങൾ താമസിച്ച വീടിന്റെ തൊട്ട് പെന്തക്കോസ്തുകാരുടെ വീടായിരുന്നു. അവിടുത്തെ പ്രാർത്ഥനകൾക്കൊക്കെ പോകുമ്പോൾ അമ്മ പറയും, മോനെ ഇതാണ് സത്യം. പക്ഷെ അമ്മയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല സ്നാനപ്പെടാനൊന്നും. പക്ഷെ വാസ്തവത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് ദൈവഭാഗത്ത് കടന്നു വന്ന് ആ വർഷത്തിലാണ് എൻ്റെ അമ്മയും സ്നാനപ്പെടാനിടയായത്. ഞാൻ സ്നാനപ്പെട്ടിട്ട് പിന്നെയാണ് അമ്മയ്ക്ക് സ്നാനപ്പെടാൻ അവസ്ഥ. കാരണം അമ്മയ്ക്ക് ഒരു ധൈര്യം വന്നു. രക്ഷാനിർണയം പ്രാപിച്ച് നിന്ന ഒരു സ്ത്രീയാണെങ്കിലും സ്നാനപ്പെടാൻ അപ്പച്ചൻ മുഖാന്തരം അമ്മച്ചിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അത് സ്റ്റെപ്പ് വെച്ചപ്പോൾ അമ്മച്ചിക്കും ധൈര്യമായി. ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഞങ്ങൾ വീണ്ടും കുടുംബജീവിതം ആരംഭിക്കാനിടയായി. ആ സമയത്ത് ഞാൻ ഒരു ദിവസം എൻ്റെ ഭാര്യയെ, അപ്പോഴും ഞാൻ സ്നാനപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ഭാര്യ സ്നാനപ്പെട്ട് അവൾ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ ഒരു
ആണ്ടൃതി യോഗം എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഞങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഡിസംബർ 31 പറഞ്ഞാൽ ലോക മനുഷ്യനെ ഏറ്റവും വലിയ സന്തോഷിപ്പിക്കുന്ന ദിവസമാണ്. എൻ്റെ സുഹൃത്തുക്കളും അനിയന്മാരും മറ്റുള്ളവരെല്ലാം ചേർന്ന് കൂടുന്ന ഒരു സമയമുണ്ട്. എല്ലാ ഡിസംബറും അവസാന ദിവസവും ജനുവരി 1-ന് തലേദിവസം രാത്രി ഞങ്ങള് എല്ലാവരും വട്ടത്തിലിരുന്ന് കൂടി മദ്യപിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അന്ന് എനിക്ക് എന്തോ ഒരു ദൈവിക പ്രേരണ, മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, പക്ഷെ എനിക്ക് അന്നൊരു പ്രേരണ തോന്നി. ഞാൻ വീട്ടിലേക്ക് നേരത്തെ കടന്നു വരിക, അല്ലെങ്കിൽ 12 മണിക്ക് ശേഷമേ വരുള്ളൂ. മദ്യപാനമൊക്കെ കഴിഞ്ഞ് ന്യൂ ഇയർ ഘോഷിച്ചിട്ടാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ ഞാൻ അന്ന് ഒരല്പസമയം മുൻപേ എന്നെ ദൈവം നയിച്ചു, പരിശുദ്ധാത്മാവ് എന്നെ നയിച്ചു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ വീട്ടിൽ വന്നപ്പോ അമ്മ പറഞ്ഞു, മോനെ, അവള് ആരാധനയ്ക്ക് പോയിട്ടുണ്ട്, ആണ്ടൃതി യോഗത്തിന് പോയിട്ടുണ്ട്, നീ അവളെ ഒന്ന് പോയി കൊണ്ടുവരണം. രാത്രി 1 മണിയോട് കൂടെ അവസാനിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നീ ഒന്ന് പോയി കൊണ്ടുവന്ന്, ആരും ഇല്ല, നീ തന്നെ പോയി എടുക്കണം എന്ന്. അപ്പൊ എനിക്കൊന്നും അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ രാത്രി അവിടെ കടന്നു ചെന്ന് ആ ആരാധനാലയത്തിന്റെ പുറത്ത്, ഞാൻ പ്രത്യേകിച്ച് ഡിസംബർ 31 ഭയങ്കര മദ്യത്തിന്റെ ലഹരിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ നന്നായി കഴിച്ചിരുന്നു. പക്ഷെ അവിടെ ആലയത്തിന്റെ പുറകെ എന്റെ വണ്ടിയിൽ ഞാൻ അവിടെ വന്ന് ഇരുന്നു. കുറച്ചു നേരം അവരുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ ശ്രദ്ധിച്ചു. അറിയാതെ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും പള്ളിയുടെ വരാന്തയിൽ ഒരു ശല്യമില്ലല്ലോ. ഞാൻ ആ വരാന്തയിൽ നെല്ലിക്കുന്ന്, ഇന്നത്തെ സഭാ ഹോളൊന്നുമല്ല, ചെറിയൊരു സഭാ ഹോളാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ നെല്ലിക്കുന്ന്. ചെറിയൊരു സഭയാണ് തൃശ്ശൂരിലെ. ഇന്ന് മനോഹരമായ സഭയാണ്. അന്ന് അത്രയും സൗകര്യമൊന്നുമില്ല. പക്ഷെ ആ ഒരു വരാന്തയുണ്ടായിരുന്നു. ആ വരാന്തയിലെ തിണ്ണയിൽ ഞാൻ ചെന്ന് ഒരല്പനേരം വിശ്രമിച്ചു. അന്ന് ആരോ എന്നോട് വന്ന് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ ഇവിടെ ഇരിക്കണ്ട, അകത്തോട്ട് കയറിയിരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ലേശം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല ബ്രദർ, അവർക്ക് അറിയാമായിരുന്നു ഇന്ന ആളുടെ ഭർത്താവാണ് എന്ന് അവർക്കറിയാം. അവർ പലവട്ടം എന്നോട് പറഞ്ഞു, അകത്തോട്ട് കയറിയിരിക്കും, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയാം, കാരണം ഞാൻ മദ്യപിച്ച ഒരു മനുഷ്യനാണ്, ഇവര് ആത്മീയരായ ജീവിതം നയിക്കുന്നവരാണ്, അവർ മദ്യപിക്കുന്നവരല്ല എന്നെനിക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ഞാൻ അതൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ച് ഞാൻ വാസ്തവത്തിൽ അവിടെ ഇരിക്കാനിടയായി, പുറത്തിരിക്കാനിടയായി. പിന്നീട് ഇന്നും എനിക്ക് അറിയില്ല ആരാണ് എന്നെ അതിലകത്തോട്ട് കയറ്റി വിട്ട്. ഇപ്പോഴും എനിക്ക് അറിയില്ല, ഓർമ്മയില്ല എനിക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. എന്റെ കയ്യിൽ ബലമായ ഒരാൾ വന്ന് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, അകത്തോട്ട് കയറിയിരിക്കുക ബ്രദർ, പുറത്തിരിക്കുന്ന മോശമല്ലേ, അകത്തോട്ട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ മനസ്സോടെ അന്ന് അകത്ത് കയറിയതാണ്. വാസ്തവത്തിൽ അന്ന് അകത്ത് കയറിയത് എന്റെ തീരുമാനത്തിന്റെ രാത്രിയായി തീർന്നു. അന്ന് അകത്ത് കയറി ഒരു മൂലയിൽ ഞാൻ ആർക്കും ശല്യമില്ലാതെ ഇരുന്നു. ഇന്ന് ഞാനൊരു ദൈവദാസനാണ്. ഞാന് ഇപ്പൊ 30 വർഷമായി സുവിശേഷ വേലയിലായിട്ട്. ഞാൻ ഓരോ ആണ്ടൃതി യോഗങ്ങളും നടത്തുമ്പോൾ, ന്യൂ ഇയർ മെസ്സേജ് കൊടുക്കുമ്പോൾ അതിന് യോഗ്യമായ മെസ്സേജുകൾ തയ്യാറാക്കാറുണ്ട്. ഞാൻ അന്ന് ചെന്നപ്പോൾ ന്യൂ ഇയർ മെസ്സേജ്, ഇന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ ഇടുക്കി നോർത്ത് സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന ദൈവദാസനാണ് വാസ്തവത്തിൽ അന്ന് മെസ്സേജ് കൊടുത്ത്. അന്ന് അവിടുത്തെ അസിസ്റ്റന്റ് പാസ്റ്റർ ആയിരുന്നു പുള്ളി, ആ സഭയിലെ. അദ്ദേഹം വാസ്തവത്തിൽ ന്യൂ ഇയർ മെസ്സേജ് കൊടുത്തത്, തിന്നുക, കുടിക്കുക, രസിക്കുക, മൂട ഇന്ന് രാത്രി നിന്റെ ജീവനെടുത്ത്, ആ വിഷയം എടുത്തുകൊണ്ടാണ് പ്രസംഗിക്കാനിടയായത്. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ. എനിക്കിത് ഈ വാക്യങ്ങളൊന്നും എനിക്ക് ഇന്ന് കാണാപ്പാടാണ്. പക്ഷെ എനിക്ക് അന്നൊന്നും അറിയില്ല. വാസ്തവത്തില് ഞാൻ ആ മൂലയിൽ ഇരുന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നു എന്ന് മനസ്സിലായി. ഞാൻ അവിടെ എന്റെ പാപം അത്ര വലിയ അനുഭവമാണ് എന്നുള്ളതിനെ കുറിച്ച് ന്യൂ ഇയർ മെസ്സേജിനകത്ത് ഇങ്ങനെ പ്രസംഗിക്കുമെന്ന് എനിക്ക് അറിയില്ല. ജോയി പെരുമ്പാവൂർ എന്ന് പറയുന്ന ദൈവദാസനാണ് അന്ന് മെസ്സേജ് പറഞ്ഞത്. അദ്ദേഹം മെസ്സേജ് പറഞ്ഞത് മുഴുവനും കൊണ്ടത് എനിക്കാണ് വാസ്തവത്തിൽ. അതാ ഞാൻ പറഞ്ഞു, ന്യൂ ഇയർ മെസ്സേജിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു മെസ്സേജ് ആരും കൊടുക്കുന്നത് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹം അന്ന് കൊടുത്തത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അന്ന് പൊട്ടിക്കരഞ്ഞ് ആലയത്തിൽ നിന്ന് ആ ചർച്ചിന്റെ വരാന്തയിലേക്ക് വീണ്ടും ഓടിപ്പോയി പൊട്ടിക്കരഞ്ഞ് അവിടെ ഇരുന്ന് മുഴങ്കാലിലിരുന്ന് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം കൃപ ചെയ്തു. അത് 1994 സമയത്താണ്. ആ സമയത്ത് ഞാൻ തീരുമാനമെടുത്തു. എൻ്റെ കയ്യിലന്ന് സിഗരറ്റ് ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് മുറുക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതെല്ലാം ഈ ഡ്രൈവിംഗ് ഫീൽഡിലായിരുന്നത് കൊണ്ടും ബിസിനസ് ഫീൽഡിലായിരുന്നത് കൊണ്ടും അങ്ങനെ എല്ലാവരും ആ രീതിയിൽ ഉള്ള ജീവിതമായിരുന്നത് കൊണ്ട് അതൊക്കെ എൻ്റെ ഒരു സ്വഭാവമായിരുന്നു. അവിടെ വെച്ച് ഞാൻ തീരുമാനമെടുത്തു, ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിക്കുന്നുവെന്ന്. ഞാൻ സ്വർഗത്തോട്
ഒരു തീരുമാനമെടുത്തു. അന്ന് അവിടെ വെച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റും അന്ന് ഹാൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഹാൻസ്, അത് അന്നൊന്നും കേരളത്തിൽ സുലഭമായിരുന്നില്ല. ഞാൻ വണ്ടിയിൽ ഫീൽഡിലായിരുന്നത് കൊണ്ടൊക്കെ പോകുമ്പോൾ മദ്രാസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് നോർത്ത് ഇന്ത്യൻ ഫീൽഡിൽ നിന്ന് അവിടെ നിന്നൊക്കെ വാങ്ങിയിട്ട് വരും. അവിടെയുള്ള ഒരുപാട് പിള്ളേരെ ഞാൻ ഈ കള്ളത്തരം പഠിപ്പിച്ചിട്ടുമുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർക്കൊക്കെ അത് കൊടുത്തും പരിചയിപ്പിച്ചിട്ടുണ്ട്. പിന്നീടൊക്കെ സുലഭമായി, കേരളത്തിലൊക്കെ സുലഭമായി. ഇപ്പൊ അത് നിർത്തലാക്കിയല്ലോ. അപ്പൊ അന്ന് ഇതൊന്നും മാറിപ്പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അന്ന് രാത്രിയിൽ 12 മണിക്ക് മുമ്പ് ഉണ്ടായ മെസ്സേജ് അതെനിക്കുള്ളതായിരുന്നു, എൻ്റെ ജീവിതത്തിനുള്ളതായിരുന്നു എന്ന് തിരിച്ചറിയാൻ എനിക്ക് കൃപ നൽകി. ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഒരു തീരുമാനമെടുത്തു. അതിനുശേഷം ആ സഭയിൽ പിന്നത്തെ ആഴ്ച ഞാൻ കടന്നു ചെന്ന് ദൈവദാസനോട് പറഞ്ഞു, എനിക്ക് കർത്താവിന് ഞാൻ പറഞ്ഞു, എന്നെ രക്ഷിക്കപ്പെടുത്തിയതൊക്കെ ഞാൻ കാരണം ഇതിനെക്കുറിച്ച് എനിക്കറിയാം. ഞങ്ങൾക്ക് നായ്ക്കൻ ബർബലച്ചൻ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ക്ലാസ്സുകൾ നൽകി തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെട്ട് സഭയോട് ചേരണം എന്ന് പറയാനിടയായി. അങ്ങനെ ആ വർഷത്തിൽ തന്നെ ജനുവരി 14 തീയതി ഒരു ഞായറാഴ്ചയായിരുന്നു. ആ ഞായറാഴ്ച ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജലത്തിൽ സ്നാനം സ്വീകരിപ്പാനിടയായി. അന്ന് കാലത്ത് ഞങ്ങൾക്ക് തൃശ്ശൂരിലുള്ള പെന്തക്കോസ് പള്ളി വളരെ കുറച്ച് പള്ളികളെ ഉണ്ടായിരുന്നുള്ളൂ, ചർച്ചകളെ അന്ന് തൃശ്ശൂരിലുള്ളൂ. ആ സമയത്ത് ബാൻഡും ഒക്കെ കൊട്ടി സഭകൾ ഇന്നങ്ങനെയൊന്നുമില്ല വാസ്തവത്തിൽ. എന്നെ അവിടെ പൊട്ടക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തൃശ്ശൂരിൽ, ചെറിയൊരു കുളമാണ്. ആ കുളത്തില് ആണ് ഞാൻ സ്നാനപ്പെട്ടത്. അപ്പൊ അവിടുന്ന് ഒരു ഏകദേശം 1 കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട് ഈ കുളത്തിലേക്ക്. അന്ന് ആരാധനയ്ക്ക് മുമ്പ് 8 മണിക്ക് ഞങ്ങൾക്ക് ക്ലാസ് എല്ലാം കഴിഞ്ഞ് അന്ന് എൻ്റെ കൂടെ ആരൊക്കെയോ 2-3 പേര് സ്നാനപ്പെടാനുണ്ടായിരുന്നു. ആ കുളത്തിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മള് ഡെഡ് ബോഡി കുഴിച്ചിടാൻ കൊണ്ടുപോകുന്നത് പോലെയാണ് വാസ്തവത്തില്. വളരെ വരിയായി പാട്ടുപാടി ഡ്രമ്മെല്ലാം കൊട്ടി. എനിക്ക് ആദ്യം അതൊരു വല്ലാത്തൊരു അപമാനമായി തോന്നി, കാരണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പരിചയമില്ല. പക്ഷെ ഈ വഴിയിലൂടെ പാട്ടുപാടി പോകുമ്പോൾ എന്നെ പരിചയമുള്ളവരും എന്നെ അറിയാവുന്നവരൊക്കെ ആ വീടിന്റെ ഇടനാഴികളിൽ വന്ന് നിന്ന് നോക്കി, അവരെന്നെ നോക്കി എന്നെ മനസ്സിലായി, ഇത് ഇന്ന ആളല്ലേ, ഇന്ന ആളാണല്ലോ പെന്തക്കോസിലേക്ക് പോയത് എന്ന് പറഞ്ഞ്. അങ്ങനെ വാസ്തവത്തില് എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള സ്നാനമാണ് അന്ന് കാലത്ത്. ഇന്നിപ്പോൾ സ്നാനക്കുളങ്ങളായതുകൊണ്ട് അങ്ങനെ ആരെ സ്നാനപ്പെട്ടെന്ന് അറിയുന്ന പോലുമില്ല. അതാണ്. പക്ഷെ അത് വളരെ മനോഹരമായിരുന്നു. ഇന്നും അത് തന്നെയാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. ആ വർഷം തന്നെ ഞാൻ തീരുമാനമെടുത്തു, എനിക്ക് ദൈവവിളി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തില് ബിസിനസ് തകർച്ച വന്നു. അത് തകർച്ച വന്നതിന്റെ ഒക്കെ പുറകിൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഒരുപാട് തകർച്ചകൾ എൻ്റെ മുൻപിൽ വന്നു. പക്ഷെ ആ സമയത്തൊക്കെ എൻ്റെ ഭാര്യ എനിക്ക് വലിയ സഹായമായിരുന്നു. നല്ല പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. അപ്പോൾ അവളുടെ ജീവിതത്തില് എൻ്റെ ഓരോ പ്രയാസങ്ങളിലും എന്നോട് കൂടെ നിന്ന സഹോദരിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് പ്രാർത്ഥിച്ച് എൻ്റെ കർത്താവിന്റെ വിളിയെക്കുറിച്ച് ഞാൻ അവളോട് അവതരിപ്പിച്ചു. അവൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. എന്നാൽ എൻ്റെ കുടുംബക്കാരോ എൻ്റെ സഭയോ അവർ പെട്ടെന്ന് എൻ്റെ തീരുമാനത്തെ ഉൾക്കൊള്ളുവാൻ അവർക്ക് ബുദ്ധിമുട്ട് തോന്നി. 2 കുഞ്ഞുങ്ങൾ, പിന്നീട് ഒരു കൊച്ചും കൂടി ആയി, ഒരു മോളും കൂടെ വന്നു. അപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, മോനെ നീ എങ്ങനെയാ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, നീ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല. ഞാൻ പറഞ്ഞു, പാസ്റ്റർ CC ചാക്കോ എന്ന് പറയുന്ന ദേവദാസൻ സെൻട്രൽ പാസ്റ്ററാണ്, തൃശ്ശൂർ സെൻട്രൽ പാസ്റ്ററാണ്. അദ്ദേഹമാണ് എന്നെ മിസ്പ ബൈബിൾ കോളേജിലേക്ക്, തൃശ്ശൂരിലെ ഒരു ബൈബിൾ കോളേജാണ്. അദ്ദേഹം പറഞ്ഞു, എന്നാൽ നിനക്ക് ഉറപ്പാണെങ്കിൽ നീ ചെയ്തോ. അപ്പോ അങ്ങനെ ഞാൻ അങ്ങനെ സ്റ്റെപ്പ് വെച്ച് ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ഇടയായി. സ്തോത്രം. അങ്ങനെ ആ വർഷത്തിൽ തന്നെ ഞാൻ ദൈവവചനം പഠിച്ച് 2 വർഷത്തെ ബൈബിൾ കോളേജ്, അന്ന് 3 വർഷമാണ്. ഞാൻ 2 വർഷത്തെ DTH ആണ് എടുത്ത് മലയാളം ആണ് പഠിച്ചത്. എനിക്ക് 1 വർഷം കൂടി വേണമെങ്കിൽ പഠിക്കായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സ് സമ്മതിക്കും. ഞാൻ എല്ലാ കാര്യത്തിനും ഇത്തിരി അധികം സ്പീഡ് കൂടുതലുള്ള മനുഷ്യനാണ്.
കാരണം എനിക്ക് സുവിശേഷത്തിന്റെ സമയം നഷ്ടപ്പെടുത്തുവാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ആദ്യമായിട്ട് മിഷണറി വർക്കിനായിട്ട് കാഡർ വിഭാഗത്തിൽപ്പെട്ട മിഷണറിമാരുടെ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുടെ ഇടയിൽ ആദ്യത്തെ വർക്കിന് വേണ്ടി ഞാൻ കടന്നു ചെല്ലുന്നത് പാലക്കാട് ജില്ലയിലാണ്. മംഗലം ഡാമിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ കടപ്പാറ എന്ന് പറയും. കഴിഞ്ഞ ദിവസത്തിൽ ആദിവാസികളുടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥലം. അന്ന് 30 വർഷം മുമ്പ് അവിടെ പോകേണ്ട ചരിത്രം ഒന്ന് ആലോചിച്ചാൽ അറിയാം. 6 കിലോമീറ്റർ നടന്നേ ആ കടപ്പാറയിലേക്ക് പോകാൻ പറ്റും. ബസ് ഇല്ലായിരുന്നു അന്ന്. ഈ മംഗലം ഡാമിൽ നിന്ന് പൊൻകണ്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഒരു ചെറിയൊരു ജംഗ്ഷൻ. അവിടെ വരെ ബസ്സുള്ളൂ, ആകെ ഒരു ബസ്സേ അതുള്ളൂ. അത് ലഭിച്ചില്ലെങ്കിൽ 10 കിലോമീറ്റർ നടന്നിട്ട് വേണം ആ ഗ്രാമത്തിലേക്ക് പോകാൻ. ഞാനും എൻ്റെ ഭാര്യയും പിള്ളേരെയും ഒക്കെ ചുമലിലേറ്റി ഞങ്ങള് ആ ആദ്യ സംരംഭം എന്ന നിലയിൽ ഞങ്ങള് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ മലബാർ മിഷന്റെ മിഷണറി ആയിട്ട് ഞാൻ ആദ്യ കാലഘട്ടത്തിൽ അവിടെ കടന്നുപോയി. അവിടുന്ന് പല സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുവാൻ ദൈവം കൃപ നൽകി. പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ തൃശ്ശൂർ ജില്ല, എറണാകുളം ജില്ല, ഇടുക്കി ജില്ല, അതിനുശേഷം വീണ്ടും കൊല്ലം ജില്ലയിലേക്ക് കടന്നു പോകാനിടയായി. പ്രത്യേകിച്ച് ഞങ്ങളുടെ സുവിശേഷ മേഖല മുഴുവനും ആദിവാസി മേഖലയായിരുന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും തിരഞ്ഞെടുക്കുന്ന അങ്ങനെയുള്ള മേഖലയാണ്. അവസാന നിമിഷങ്ങളിൽ ചില ചർച്ചകളിൽ മാത്രമാണ് ഞാൻ അങ്ങനെയായിരുന്നത്. പക്ഷെ ഞാൻ പോകുന്ന പ്രവർത്തനം, എൻ്റെ രീതി പുതിയ ഒരു പ്രവർത്തനം എടുത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും താല്പര്യം. അപ്പോൾ സാമ്പത്തികമായി നല്ലൊരു നന്മയിൽ ജീവിച്ചു വളർന്ന ആളാണ്. പക്ഷെ ഞാൻ ഒരാളുടെ മുമ്പിലേക്ക് എൻ്റെ കരം നീട്ടാറില്ല. എനിക്കുണ്ടായിരുന്ന എൻ്റെ നന്മ കൊണ്ട് സുവിശേഷം പ്രവർത്തിച്ചു. സാധാരണ എല്ലാവരും പ്രസംഗത്തിൽ പറയും, ഞാൻ ഒന്നുമില്ലായിൽ നിന്ന് വന്ന് എനിക്ക് എല്ലാം ദൈവം തന്നു എന്ന് പറയുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ട്. ഞാൻ ഉള്ളിടത്തുനിന്ന് വന്ന് ഒന്നും ഇല്ലാതായ ഒരു ദൈവദാസനാണ്. എനിക്ക് അതിൽ പരാതിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി 11 വർഷം തൊടുപുഴയിൽ ചെന്ന് അവിടുത്തെ മേലുകാവ് മേഖലകളിൽ മലയരയ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരുടെ ഇടയിൽ വർക്ക് ചെയ്യാനിടയായി. അതെല്ലാം സ്വന്തം കർത്താവ് എനിക്ക് തന്ന നന്മയാണ്. ഞാൻ ബിസിനസ്സിൽ ചെയ്തൊക്കെ ഉണ്ടായ നന്മ കൊണ്ട് തന്നെയാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി അത് ഞാൻ ചെലവഴിക്കാനിടയായി. സ്തോത്രം. എന്നാൽ എനിക്ക് എൻ്റെ വീട്ടുകാരെല്ലാം പലപ്പോഴും എന്നെ ആ കാര്യത്തിൽ കുറ്റം പറയാറുണ്ട്. പക്ഷെ ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ രീതിയിൽ എൻ്റെ 2 മക്കളുടെ വിവാഹം നടത്താൻ ദൈവം എനിക്ക് കൃപ നൽകി. അവസാനമായി തൊടുപുഴയിൽ നിന്ന് പ്രവർത്തനം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോരാം. കാരണം എൻ്റെ ശാരീരികമായ ചെറിയ പ്രയാസങ്ങൾ എനിക്ക് ആ കാലഘട്ടത്തിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. എൻ്റെ കഴുത്തില് സർജറി നടന്നു. സ്പൈനലിന് ചെറിയൊരു പ്രയാസം വന്നു. അപ്പോൾ അവിടെയൊന്നും ഞാൻ എൻ്റെ കർത്താവിന് തള്ളിപ്പളയാനിടയായില്ല. ഞാൻ ആ ഉള്ള ആരോഗ്യം വെച്ച് പ്രവർത്തിപ്പാനിടയായി. ഞാൻ പറഞ്ഞില്ലേ, എന്നെ നാട്ടിൽ അറിയുന്ന ഇപ്പോഴും മാജിക് ജോൺസൺ എന്ന് പറഞ്ഞാലാണ് എന്നെ നാട്ടിൽ അറിയുന്നത്. പെന്തക്കോസ്തുകാരുടെ ഇടയിലും അല്ലാത്തവരുടെ ഇടയിലും മാജിക് ജോൺസൺ എന്ന് പറഞ്ഞാൽ മാത്രമാണ് എന്നെ അറിയുന്നത്. അപ്പോൾ അത് കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാനൊരു മാജീഷ്യനായിട്ട് അറിയപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാനും പറഞ്ഞല്ലോ, എൻ്റെ പിതാവിനെ പോലെ ഞാനും ചുട്ടകോഴിയെ പറപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ണുകെട്ടി ഞാൻ മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ടുണ്ട്. എന്ന് വേണ്ട സ്റ്റേജ് പ്രോഗ്രാം മുഴുവനും ചെയ്ത് ഞാൻ നടന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ അതെല്ലാം പൂട്ടിക്കെട്ടി അത് അവസാനിപ്പിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ നോർത്ത് ഇന്ത്യൻ പ്രവർത്തനങ്ങൾ കടന്നു പോകുമ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും പല ഗ്രാമങ്ങളിൽ ചെന്നിട്ട് ഞാൻ ഈ പ്രോഗ്രാം ചെയ്തത് എനിക്ക് വലിയ പ്രയോജനമായി തോന്നിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ഷാജി എന്നാണ്, ഛത്തീസ്ഗഡിലാണ് അദ്ദേഹം ആയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ചെന്ന് ഛത്തീസ്ഗഡിലെ അനേക ഗ്രാമങ്ങളിൽ പ്രവർത്തിപ്പാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട്. എൻ്റെ ഒരു അനിയൻ UP-യിലുണ്ട്, അദ്ദേഹം ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. KR മനോജ് എൻ്റെ ഒരു അനിയനായിട്ട് വരും. അനിയനായിട്ട് വരുന്ന വെച്ചാൽ അദ്ദേഹത്തിന് എൻ്റെ ഭാര്യയുടെ അനിയത്തിയെയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. ലിജോ മോൾ ഇതിനകത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവള് എൻ്റെ അനിയത്തിയാണ്. അതും അനുഗ്രഹിക്കപ്പെട്ട, അവരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കേരളം വിട്ട് ഇംഗ്ലീഷും മലയാളവും ഹിന്ദി ഒന്നും അറിയാതെ വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചെന്ന് കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഞാനും അവരുടെ കൂടെ ചെന്ന് പ്രവർത്തിക്കാനൊക്കെ ഇടയായി. പക്ഷെ എനിക്ക് കേരളത്തിലുള്ള വിളി എന്നെ പൂർത്തീകരിച്ചിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ കേരളത്തിലേക്ക് എപ്പോഴും മടങ്ങി വന്ന് കേരളത്തിന്റെ പ്രവർത്തനത്തിലായിരിക്കുകയാണ്.
ഈ സമയത്ത് കൊല്ലത്ത് ആ, പത്തനാപുരത്ത് ഒരു ദൈവവേലയ്ക്ക് വേണ്ടി എന്നെ ഒരു ദൈവദാസൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തില് ഞാൻ IPCയോടുള്ള ബന്ധത്തിലായിരുന്നു ആ കാലഘട്ടത്തിൽ പോയിരുന്നത്. ആ സമയത്ത് ദൈവസഭ, ആ, കലൈപുരം ദൈവസഭ എന്ന് പറയും, അവരുടെ ഒത്തിരി സഭകളൊന്നുമില്ല, പക്ഷെ അവരുടെ നേതൃത്വങ്ങൾ എനിക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ആ ബന്ധങ്ങൾ വെച്ച് എന്നോട് പറഞ്ഞു, എനിക്ക് ദേവദാസനെ പോലൊരു ദേവദാസന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്താമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ എന്തോ എനിക്ക് ദൈവത്തിന്റെ നിയോഗം പോലെ ഞാൻ പത്തനാപുരത്ത്, വാസ്തവത്തില് പെന്തക്കോസുകാരുടെ ഏറ്റവും കൂടുതൽ പെന്തക്കോസുകാരുടെ സ്ഥലങ്ങളാണ് അതൊക്കെ. പക്ഷെ എന്തോ ദൈവത്തെ യോഗം എന്ന് പറഞ്ഞ പോലെ ഞാൻ അവിടുത്തെ ശുശ്രൂഷ, അതൊരു പഴയ സഭയായിരുന്നു. ഞാൻ പഴയ സഭയിൽ ഇരുന്ന് ചരിത്രമില്ല, ആദ്യമായിട്ടൊരു പഴയ സഭയിൽ ഇരുന്നത് വാസ്തവത്തിൽ അവിടെയാണ്. പക്ഷെ അതൊരു ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവിടെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് കോവിഡ് കാലഘട്ടങ്ങളിലാണ്. കോവിഡ് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ അവിടെ ചെന്ന് ആ സഭാ ശുശ്രൂഷ ഏറ്റെടുത്ത് അതിന്റെ പുറകെ പെട്ടെന്ന് എൻ്റെ ഭാര്യയ്ക്ക് ശാരീരികമായി ഒരു പ്രയാസം വരുവാനിടയായി. പ്രയാസം വന്നപ്പോൾ ഞങ്ങള് അവിടെ ഒരു ലോക്കൽ ഹോസ്പിറ്റലിൽ കാണിക്കുകയും അവിടെ വെച്ച് ആശുപത്രിയിൽ കാണിച്ച് ഡോക്ടർ പറഞ്ഞു, ഇത് ഇത്തിരി അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഈ കോവിഡ് ടൈം ആയതുകൊണ്ട് വളരെ പ്രയാസമുണ്ട്, വളരെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ തൃശ്ശൂർകാരനായതുകൊണ്ട് ഞാൻ ആ സമയത്ത് കാരണം ആരാധനകൾ നടക്കുന്നില്ല, അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പെർമിഷൻ വാങ്ങി ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് തൃശ്ശൂരിൽ കടന്നു വന്ന് ട്രീറ്റ്മെന്റിലേക്ക് പോയി. ജൂബിലി മിഷൻ ആശുപത്രിയിലായിരുന്നു. അപ്പോൾ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെച്ച് അവിടെ നോക്കിയപ്പോൾ അവൾക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ വൻകുടലിൽ ക്യാൻസർ ആണ്. ഞാൻ ഉടനെ തന്നെ എനിക്കറിയാവുന്ന കരിസ്മാറ്റിക്കിൽ ഉള്ള കാലഘട്ടത്തിൽ പരിചയമുള്ള ജോസഫ് എന്ന് പറയുന്ന സാറാണ് അവളെ ട്രീറ്റ്മെന്റ് നോക്കിയത്. ദൈവം പറഞ്ഞു, ഇത് വളരെ സീരിയസ് ആണ്, സർജറി വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നേരെ RCCയിലേക്ക് ആവശ്യപ്പെട്ടു. അങ്ങനെ അവിടുത്തെ എല്ലാ ഡോക്യുമെന്റ്സും കൊണ്ട് ഞങ്ങൾ RCCയിലേക്ക്, പ്രത്യേകിച്ച് ഞാൻ പത്തനാപുരത്തായിരുന്നത് കൊണ്ട് എനിക്ക് അല്പം കൂടി നല്ലത് അതാണെന്ന് മനസ്സിലായി. അവളങ്ങനെ RCCയിലേക്ക് പോകുവാനും വളരെ പ്രതികൂലം അവിടെ അനുഭവിച്ചു. ശാരീരികമായും അവൾ വളരെ ഭാരപ്പെട്ടു. എന്നാൽ അവളോട് കൂടെ നിന്ന് 2 വർഷത്തിന് മുകളിൽ RCC ട്രീറ്റ്മെന്റ് നടന്നു. RCC ട്രീറ്റ്മെന്റിന് മുമ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ അവളെ സർജറി ചെയ്ത് അവളുടെ വൻകുടൽ പുറത്തോട്ട് വെച്ച് വലിയൊരു സർജറി ആയിരുന്നു അത്. ഒരു 50 സെന്റിമീറ്റർ വൻകുടൽ എടുത്തു കളഞ്ഞു. അതിനുശേഷം സർജറി കഴിഞ്ഞതിന് ശേഷം കീമോതെറാപ്പി ആരംഭിച്ചു. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവൾ നല്ല ഉത്സാഹത്തിലായിരുന്നു. വീണ്ടും ശാരീരികമായി പ്രയാസം അവൾക്കുണ്ടായി. പിന്നീട് ശാരീരികമായ പ്രയാസം വർദ്ധിച്ചു. 2ാമത്തെ സൈക്കിൾ കീമോതെറാപ്പി ചെയ്തു. എന്നിട്ടും പ്രയോജനമില്ലാതെ വന്നു. കഴിഞ്ഞ 2 വർഷം മുൻപ് അവള് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇപ്പോൾ ഞാൻ സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് ഞാൻ വളരെ നിരാശിതനായി. കാരണം ഏറ്റവും കൂടുതൽ എൻ്റെ ശരീരത്തിന് എൻ്റെ മനസ്സിന് ഒക്കെ ഒരു വലിയ പ്രചോദനമായിരുന്ന എൻ്റെ ഭാര്യ സഹോദരി. ഞാൻ എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ആ സമയത്ത് എടുക്കാനില്ലാത്ത കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് അന്ന് എൻ്റെ ബിസിനസ്, ഞാൻ പഴയ ബിസിനസ്സുകാരനായിരുന്നത് കൊണ്ട് എനിക്ക് റേഷൻ കാർഡ് വെള്ള റേഷൻ കാർഡായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് RCCയിൽ ഒരു പ്രയോജനവും എനിക്ക് ഉണ്ടായില്ല. അതുപോലെ തന്നെ എനിക്ക് ചികിത്സാ കാർഡോ അങ്ങനെയുള്ള ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കർത്താവിന്റെ വേലയ്ക്ക് പോകുക, അത് മാത്രമേ എനിക്ക് ചിന്തയുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചൊരു മനുഷ്യനല്ല. വീടിനെ കുറിച്ച് ചിന്തിച്ചൊരു മനുഷ്യനല്ല. ഉള്ള ഭവനം വിറ്റ് കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്ത മനുഷ്യനാണ്. അപ്പൊ എനിക്ക് വാസ്തവത്തിൽ ഒന്നും അങ്ങനെ കുറിച്ചൊന്നും നേടിയെന്ന് പറയാൻ എനിക്കൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്റെ ഭാര്യയ്ക്ക് 8 ലക്ഷം രൂപ ചെലവാക്കാൻ ദൈവം കൃപ നൽകി. 8 ലക്ഷം ചെലവാക്കി അവളെ തിരിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ സത്യമാണ്. പക്ഷേ അവൾ
പ്രത്യാശയോട് മരിക്കുന്ന നിമിഷം വരെ വളരെ പ്രത്യാശയോടുകൂടെ അവള് പ്രാർത്ഥിക്കുകയും ആ സർജറി ചെയ്ത ഈ പുറത്തോട്ട് ബാഗ് വെച്ചിട്ടാണ് അവള് ഇരിക്കുന്നത്. എന്നാൽ പോലും ഒരു കൺവെൻഷനോ ഒരു പ്രാർത്ഥനയോ അവൾ മാറിയിരിക്കില്ല. അവളോട് പറയും വേണ്ട നീ ഇരുന്നോ എന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കില്ല. ഭയങ്കര പ്രത്യാശയോടുകൂടെയുള്ള ഒരു ജീവിതം നയിച്ചവളാണ്. അവളുടെ പേര് പ്രീജ എന്നാണ്. മരണം എന്നെ വല്ലാതെ ഷോക്കാക്കി. ഞാൻ ഇനി സുവിശേഷ വേല നിർത്താം എന്ന് ചിന്തിച്ച് മനസ്സിന് അത്ര ഇടിച്ചിലായിരുന്നു. ഇത്രയൊക്കെ വന്നിട്ടും എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സാമ്പത്തികമായി ഒരുപാട് ചെലവഴിച്ചു. എൻ്റെ പ്രത്യേകിച്ച് ഞാനൊരു നന്ദി പറയേണ്ട ഈ സാക്ഷ്യത്തിൽ നന്ദി പറയേണ്ടത് പത്തനാപുരം സഭയോടാണ്. പത്തനാപുരം പനമ്പറ്റ എന്ന് പറയുന്ന സഭ എന്നെ വളരെ ആത്മാർത്ഥമായി സഹായിച്ചു. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു അച്ചായനുണ്ട്. അച്ചായൻ അദ്ദേഹത്തിന്റെ കുടുംബം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത പാറയിൽ കുടുംബം എന്നാണ്. ജോൺസൺ ജോർജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ തങ്കച്ചായൻ എന്നാണ് വിളിക്കുന്നത്. തങ്കച്ചായൻ എന്നെ ധൈര്യപ്പെടുത്തി. അദ്ദേഹമാണ് വാസ്തവത്തില് എന്നെ ഒരുപാട് സഹായിച്ചത്. അപ്പോ എവിടെയൊക്കെ നമ്മൾ കർത്താവിന് വേണ്ടി കളഞ്ഞിട്ടുണ്ടോ ദൈവം മറ്റൊരു വഴി തുറക്കുമെന്ന് എനിക്ക് അവൾ വെച്ച് മനസ്സിലാക്കാനിടയായി. ഞാൻ ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല. എനിക്ക് നല്ല സുഹൃത്തുക്കൾ, ഞാൻ പറഞ്ഞല്ലോ അന്ന് ഞാൻ വിശ്വാസിയല്ലാതെ ഇരുന്ന കാലഘട്ടത്തിൽ കൊട്ടാരക്കരയിൽ വന്ന് പ്രവർത്തിച്ച്, അപ്പോൾ അന്ന് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ബന്ധക്കോസുമായിട്ട് ബന്ധമില്ല. പക്ഷേ അതിനുശേഷം ഞാൻ വിശ്വാസിയായി പാസ്റ്ററായി വന്നപ്പോൾ കൊട്ടാരക്കരയിൽ പഴയ സുഹൃത്തിനെ എനിക്ക് കാണാനും പരിചയപ്പെടാനും ഇടയായി. അദ്ദേഹം ഇന്ന് ഓസ്ട്രേലിയയിലാണ്. അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചു. എൻ്റെ രക്തബന്ധങ്ങളെക്കാളും കൂടുതൽ എനിക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ആ സുഹൃത്തുക്കൾ എന്നെ സഹായിച്ചു. ഞാനായിരുന്ന ലോക്കൽ സഭ എന്നെ സഹായിച്ചു. ബന്ധക്കോസുകാരല്ലാത്ത പഴയ സുഹൃത്തുക്കൾ എൻ്റെ ജൂനിയർ ആയിരുന്നു. തൃശ്ശൂരിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ജൂനിയർ ആയിരുന്നു വടക്കാഞ്ചേരി MLA അനിലക്കര. ഞാൻ SFIയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞ KSUയുടെ ലീഡറാണ്. അദ്ദേഹം ഞാൻ SFI കാരനായിരുന്നു, ഞാൻ പഴയ രാഷ്ട്രീയക്കാരനായിരുന്നു എന്നൊക്കെ അറിയാം. എങ്കിൽ പോലും നല്ല സൗഹൃദമായിരുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തു തന്നു. ആ സമയത്ത് എല്ലാ സഹായങ്ങളും, അത് ഒരു കാര്യം ഉറപ്പാണ്, നല്ല സൗഹൃദങ്ങൾ ആ സമയത്ത് പഴയ കാലത്ത് ഉണ്ടാക്കിയ സൗഹൃദങ്ങളൊക്കെ ആക്റ്റീവായി. നല്ല സുഹൃത്തുക്കൾ, അവരെല്ലാം എന്നെ സഹായിച്ചു. 8 ലക്ഷം രൂപയോളം, മൊത്തം അതിനും 10 ലക്ഷത്തിന് മുകളിൽ ചെലവായി. എങ്കിൽ പോലും മെഡിസിനും സർജറിയും എല്ലാം കൂടെ. പക്ഷെ അവിടെ ഒന്നും ഒരു രൂപ പോലും എനിക്ക് കടബാധ്യത വരാത്ത രീതിയിൽ ദൈവം എന്നെ സഹായിച്ചു എന്നുള്ളതൊരു പരമമായ സത്യമാണ്. സാമ്പത്തികമായ മേഖലകളിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നത് കാണുവാൻ ദൈവം കൃപ ചെയ്തു. പലപ്പോഴും നിരാശപ്പെട്ടുവെങ്കിലും എന്നെ പ്രത്യാശയിലേക്ക് നടത്തുന്ന രീതിയിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. എനിക്കൊരു ആവശ്യം വരുന്നോ ആ സമയത്തൊക്കെ ദൈവം തക്ക സമയത്ത് ഓരോ വ്യക്തികളിൽ ആത്മാവ് ഇടപെട്ട് എന്റെ കയ്യിൽ കൊണ്ടുതരുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. സ്തോത്രം. ഇന്ന് അവിടുത്തെ വേല ഞാൻ പൂർത്തീകരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി അവിടെ അയച്ചതിന് ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഇന്ന് തിരിച്ചു. പക്ഷെ അവിടെ ഇരുന്ന് ഞാൻ ചിന്തിച്ചു, കർത്താവേ, എന്റെ സുവിശേഷ പ്രവർത്തനം ഇവിടെ അവസാനിച്ചു എന്ന് ഞാൻ ധരിച്ചു. മക്കളെല്ലാം കല്യാണം കഴിച്ചു. മോൻ വന്ന് ആന്ധ്രയിലാണ്, മോൾ വന്ന് തമിഴ്നാടാണ്. ഞാൻ ഏകനായി. എന്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങി വന്നു. നമ്മുടെ പെന്തക്കോസ്തൽ ലോകത്തിന്റെ ഏറ്റവും വലിയ വേറൊരു പ്രശ്നമാണ് ഭാര്യ എന്ന് പറയുന്ന സ്ഥാനം ഇല്ലെങ്കിൽ സഭാ ശുശ്രൂഷ കിട്ടില്ല. അപ്പൊ അത് വലിയൊരു വിഷയമാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ വീട്ടിലേക്ക് മടങ്ങി വന്ന് ഞാൻ 6 മാസം അവിടെ ഇരുന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാനിടയായി. ഒറ്റപ്പെടൽ എന്താണ് എന്ന് എൻ്റെ ജീവിതത്തിൽ അവിടെ നിന്നാണ്. കാരണം ഇത്രയും അതുവരെ അവൾക്ക് രോഗം ഉണ്ടായിരുന്നെങ്കിൽ പോലും, പ്രയാസം ഉണ്ടെങ്കിൽ പോലും, ഞങ്ങൾ ഇന്നും ഒരു കാര്യത്തിൽ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനമെടുക്കും, ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യും. ആരും കൂട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ മതി എന്ന് പറയുന്ന ഒരു മൈൻഡിലായിരുന്നു അവള്. അതുകൊണ്ട് തന്നെ എനിക്കൊരു വാസ്തവ ജീവിതത്തിലെ വലിയൊരു ധൈര്യമായിരുന്നു. പക്ഷെ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞ പോലെ തോന്നി. 30 കൊല്ലത്തെ സുവിശേഷ വേലയുടെ അന്ത്യം ഞാൻ ശൂന്യമായി പോകുമോ എന്ന് എനിക്ക് തോന്നിപ്പോയ ഒരു സമയമുണ്ടായി. പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ ദൈവം എന്നെ വിളിച്ചു.
എൻ്റെ ഈ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ദൈവം എന്നെ കരുതിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. 6 മാസം ഞാൻ ഭവനത്തിലിരിക്കുമ്പോൾ എൻ്റെ പഴയൊരു സുഹൃത്താണ് ലാലു പാമ്പാടി. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്റ്റേജുകളിൽ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. നല്ല മ്യൂസീഷ്യൻ ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു മനുഷ്യന്, കോട്ടയത്ത് അറിയാത്ത ആരുമില്ല. ലാലു പാമ്പാടി നല്ലൊരു പാട്ടുകാരനാണ്, കീബോർഡിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പെങ്ങളെയാണ് ഇപ്പോൾ ഞാൻ 2ാമത് മാരേജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എന്റെ സിസ്റ്റർ എനിക്കറിയാം, ആ സിസ്റ്ററെ എനിക്കറിയാം. അദ്ദേഹം അവര് കർത്താവിന്റെ വേലയിലായിരുന്നു. അവര് ബാംഗ്ലൂരിൽ കർത്താവിനെ സുശിക്ഷീകരണത്തിന്റെ ഇടയിൽ പെട്ടെന്ന് അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച് താനും ഈ എന്റെ പോലെ ഏകയായി ഇരിക്കുക. ആ സമയത്ത് എൻ്റെ സുഹൃത്താണ് ഇത് പറഞ്ഞത്. അങ്ങനെ ലാലു പാമ്പാടി എന്റെ സുഹൃത്തായതുകൊണ്ട് നേരിട്ട് ഞങ്ങൾ സംസാരിക്കുകയും പ്രിയ ഏലിയാമ്മ എന്നാണ് ഇപ്പോൾ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന സഹോദരിയുടെ പേര്. കർത്താവിന്റെ വേലയിൽ നല്ല പരിചയമുള്ള സഹോദരിയാണ്. അവര് ബാംഗ്ലൂരിലായിരുന്നു, സുവിശേഷ വേലയിലായിരുന്നു. തുടർന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ വേലയ്ക്ക് പ്രയോജനം ചെയ്യണമെന്നുള്ള ആഗ്രഹത്താൽ ഞങ്ങൾ ഒരു പക്ഷെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ബാംഗ്ലൂരിലെ അവരുടെ സഭ, അവരുടെ പുള്ളിക്കാരിയുടെ ഭർത്താവ് പ്രവർത്തിച്ചുണ്ടാക്കിയ സഭ ബാംഗ്ലൂരിലുണ്ട്. കുറച്ചു പേര് മലയാളീസും കന്നഡക്കാരൊക്കെയുള്ള സഭയാണ്. അപ്പൊ അവര് പറഞ്ഞു, പാസ്റ്റർ അവിടെ വരൂ, ഞങ്ങൾക്ക് പാസ്റ്ററായിട്ട് ഇരിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ ദൈവം ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് തന്നില്ല. ഞങ്ങൾ അവിടെ വേറൊരു ദൈവദാസനെ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചാക്കി കൊടുത്തു. ഇപ്പോൾ ആ ദൈവദാസൻ ആ സഭ കൊണ്ട് നടക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ നിയോഗം പോലെ ഞങ്ങൾ വയനാട് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കടന്നു വരുവാനിടയായി. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കാം. വാസ്തവത്തില് തൃശ്ശൂർ ജില്ലയിൽ കുന്നുംകുളത്തുനിന്ന് ഒരു ദൈവദാസൻ പണ്ട് കാലത്ത് ഈ വടക്കൻ മേഖലയിലേക്ക് കടന്നു, ചീരൻ പാസ്റ്റർ മരിച്ചുപോയി. അദ്ദേഹം ഈ വയനാട് പണ്ട് കാലത്ത് കടന്നു വരികയും ഈ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുക ചെയ്ത നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കുറിച്ച് ഇവിടെയുള്ള ആദിവാസികൾ പറയുന്നത് പപ്പ എന്നാണ് വിളിക്കുന്നത്. പപ്പ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ അത്രയും അദ്ദേഹം ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രവർത്തനം വളരെ മനോഹരമായി നടന്നു. അനേകരെ ആദിവാസികള് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ ചേർന്ന് വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ സമയത്ത് പെട്ടെന്ന് ശാരീരികമായി രോഗം വന്ന് പെട്ടെന്ന് മരണപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ ഈ സഭ അനാഥമായി. അങ്ങനെ വാസ്തവത്തിൽ ഞങ്ങളുടെ ബാംഗ്ലൂരിലുള്ള സഭയിലെ ഒരു സഹോദരിയുടെ ബാംഗ്ലൂരിലുള്ള ഒരു കുട്ടിയുടെ അമ്മ ഈ സഭയിൽ മെമ്പറായിരുന്നു. അപ്പൊ ബാംഗ്ലൂരിൽ ഞങ്ങള് ശുശ്രൂഷ കടന്നു ചെന്നപ്പോൾ ഈ അമ്മ ഞങ്ങളോട് പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങൾക്കൊരു പാസ്റ്റർ ഇല്ലാതെ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ലക്ഷ്യം ബാംഗ്ലൂരിൽ ഒരു സഭയിൽ ഇരിക്കാനല്ല. എന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഞാൻ മരിക്കുന്നത് വരെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനായി ആഗ്രഹിക്കുന്നു. ബാംഗ്ലൂരിലെ പ്രത്യേകത എനിക്കറിയാം. അവിടെ ഒരു ചർച്ചിൽ പാസ്റ്ററായിട്ട് ഇരിക്കാനേ പറ്റും, പുറത്തൊന്നും ഇറങ്ങി പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്കറിയാം അത് പ്രവർത്തിക്കാൻ പറ്റിയൊരു മേഖലയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വാസ്തവത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ സഹോദരിയാണ്, ലീലാമ്മ എന്നാണ് അദ്ദേഹം, ഞങ്ങളുടെ സഭയിലെ മെമ്പറാണ് ഇപ്പോൾ. അവരാണ് പറഞ്ഞത്, പാസ്റ്റർ, ഞങ്ങൾക്കൊരു പാസ്റ്റർ ഇല്ല, കൃത്യമായൊരു പാസ്റ്റർ ഇല്ല, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയും. ഇങ്ങനെ കഥകളെല്ലാം കേട്ടപ്പോൾ ഞാൻ അറിയുന്നൊരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ മകനുമായി കോണ്ടാക്ട് ചെയ്ത് ഈ സഭയുടെ പൂർണ്ണ ചുമതല എനിക്ക് അദ്ദേഹം വിട്ടു തന്നു. എനിക്ക് എൻ്റെ ആയുസ് മുഴുവനും ഇവിടെ നിന്ന് പ്രവർത്തിക്കാനുള്ള അവസരവും അദ്ദേഹം എനിക്ക് നൽകി തന്നു. ചെറിയൊരു സഭയാണ്, പക്ഷെ ഈ സഭയ്ക്കകത്തുള്ള പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്ക് അനേക ആദിവാസി മേഖലയിലുള്ള കോളനികൾ നമുക്ക് കണക്ഷനുണ്ട്. ഇവിടെ ശക്തമായ രീതിയിൽ പിന്നെ ഇച്ചിരി പ്രതികൂലം എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് ആണ്. തണുപ്പാണ്. ഇപ്പൊ തണുപ്പ് ആരംഭിക്കാനിടയായി. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഈ പുൽപ്പള്ളി മേഖലയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. 3 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. നിങ്ങൾ ടി വി വെച്ചാൽ കേൾക്കുന്ന ഏറ്റവും കൂടുതൽ കാര്യം പുൽപ്പള്ളിയിൽ പുലിയിറങ്ങി, അത് നമ്മുടെ അടുത്താണ്. നമ്മുടെ ചർച്ചിന്റെ ഏകദേശം 1/2 കിലോമീറ്റർ അപ്പുറത്താണ് കൂട് വെച്ച് പുലിയെ പിടിച്ചത്. വാസ്തവത്തിൽ ഇപ്പൊ ക്യാമറ വെച്ച് നോക്കിയാൽ രാത്രി ഇവന്മാരൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ പരിചയമായി. ഇപ്പോൾ ആന ഞങ്ങൾക്ക് ഒരു വിഷയമല്ലാത്ത രീതിയിലായി. കാരണം എല്ലാ തൊടികളിലും ആന രാത്രി കയറി വന്ന് പോകുന്നുണ്ട്.
പ്രത്യേകിച്ച് ചക്കക്കാലമാകുമ്പോൾ ചക്കക്കൊമ്പന്മാരെ പോലെയുള്ള ഇഷ്ടം പോലെ ആനകൾ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഈ പുൽപ്പള്ളി ചുറ്റു വനത്താൽ ഉള്ള സ്ഥലമാണ്. ഇനി കബനിയാറിന്റെ അക്കര എന്ന് പറഞ്ഞാൽ ബന്ദിപ്പൂരിന്റെ വനം മേഖലയാണ്. അപ്പോൾ വാസ്തവത്തിൽ 4 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. വാസ്തവത്തിൽ എല്ലാവരും പറയും നിനക്ക് ഭ്രാന്താണെന്ന് പറയാറുണ്ട്. സത്യത്തിൽ അതെ, എനിക്കൊരു ആത്മീയ ഭ്രാന്തുണ്ട്. ഞങ്ങൾ ഇവിടെ കുറിച്യറ് അതുപോലെ തന്നെ പണിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിലാണ്. കർത്താവിന്റെ കുറിച്യർ അത്ര സുഖമായിട്ട് നമ്മളെ സുവിശേഷം കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ പണിയ വിഭാഗത്തിൽപ്പെട്ട അനേകര് സുവിശേഷം കേൾക്കുന്നുണ്ട്. നമ്മുടെ സഭയിൽ പണിയ വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളുണ്ട്. അതുപോലെ തന്നെ കൃഷിപ്പണിക്കായിട്ട് നാട്ടിൽ നിന്ന് കടന്നു വന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയൊരു കൂട്ടായ്മ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. കർത്താവിന്റെ വേലയിൽ അവസാനം വരെ ഇവിടെ നിന്ന് പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലെ എൻ്റെ കർത്താവിനെ സ്വീകരിച്ച ആ കാലഘട്ടത്തിലേക്ക് ഞാൻ പോകുമ്പോൾ ഇതിനൊന്നും അർഹനല്ലാത്ത സാഹചര്യത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. അതെ, ഞാനൊരു മാജിക്കുകാരനായിരുന്നു. ഞാൻ ആ കാലത്തെ ആ ജീവിതമൊക്കെ ഇന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഒന്ന് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. കാരണം എങ്ങനെ എൻ്റെ പഴയ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിക്കും, പാസ്റ്റർ ഇങ്ങനെ ആയേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ കണ്ടു, കർത്താവ് എന്നെ സ്നേഹിച്ചു, കർത്താവിനെ പേർ ചൊല്ലി വിളിച്ചു. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ കർത്താവിന്റെ സുവിശേഷ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പൗലോസ് പറയുന്ന ഒരു വാക്ക് എന്നെ വളരെ സ്വാധീനിച്ച ഒരു കാര്യമാണ്. അതെ, 1 തിമോത്തിയോസിന്റെ 1:13 മനോജ് പാസ്റ്റർ അത് തന്നെയാണ് എപ്പോഴും പറയാറുള്ളത്. ഞാൻ അവനോട് ചോദിച്ചു, കാരണം അവന്റെ ജീവിതത്തിൽ അത് സാക്ഷ്യത്തിൽ ഇതിനകത്ത് തന്നെ കാണാം. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്താൽ അറിയാത്ത ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതത്തിൽ വളരെ പ്രതികൂലങ്ങൾ കൂടെ കടന്നുപോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയത്തിന്റെ സ്പിരിറ്റ് കൂടി CPM ML ചേർന്ന ചരിത്രം വരെയുണ്ട് എനിക്ക്. വേണു ഗ്രൂപ്പിലായിരുന്നു. CPM ML എന്ന് പറഞ്ഞാൽ പഴയ നക്സലൈറ്റ് ആണ് പറയുന്നത്. അപ്പൊ അത്രയും സ്പിരിറ്റ് കൂടിയ തരം എനിക്ക് പറയാൻ ഇപ്പൊ ഭയമാണ് വാസ്തവത്തില്. സാക്ഷ്യം പറയുമ്പോൾ ഞാനത് പറയാൻ പോലും എനിക്ക് ഭയം. പക്ഷെ അങ്ങനെ ഭയങ്കര സ്പിരിറ്റ് ആയിരുന്നു. ആത്മീയതയിൽ വന്നപ്പോൾ അതുപോലെ തന്നെയാണ്. ഇനി കർത്താവിന് വേണ്ടി മരിക്കുക, അതാണ് ഇനി അവസാനം എനിക്ക് ദൈവം നൽകി തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ഈ വനമേഖലയിൽ വന്ന് കിടന്ന് പ്രവർത്തിക്കാൻ എനിക്കൊരു ഭയവുമില്ല. കാരണം പലവട്ടം മരണം എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളുണ്ട്. ഇനി തരുന്ന സമയം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, ഞാൻ മുമ്പേ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. എൻ്റെ ജീവിതത്തിലെ പുറകിലേക്ക് നോക്കുമ്പോൾ എല്ലാ സാക്ഷ്യവും എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള നിഷ്ഠൂര ജീവിതത്തിലേക്കൊക്കെ കടന്നുപോയിട്ടുണ്ട്. രാഷ്ട്രീയത്തിന് വേണ്ടി അങ്ങനെ പ്രവർത്തിച്ച, അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് ആ രാഷ്ട്രീയത്തിന് മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചത് കൊണ്ട് ആ വീര്യം ജീവിതത്തിൽ ഞങ്ങൾക്ക് പകർന്നു നൽകി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, വേണു ഗ്രൂപ്പിൽ, തൃശ്ശൂരിൽ വേണു ഗ്രൂപ്പിൽ, ഇന്ന് വേണു ഗ്രൂപ്പിൽ വേണുവില്ല, വേണു എന്നൊക്കെ രാഷ്ട്രീയം വിട്ടു. അജിതയെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ അറിയാമല്ലോ. അതുപോലെ തന്നെ ഗ്രോവാസുവിനെ ഞാൻ ചേട്ടായിനെ ഞാൻ അറിയും. അപ്പൊ ഞാൻ ചെറുപ്പക്കാലത്ത് എൻ്റെ പിതാവിനോട് കൂടെ ഇവരെയൊക്കെ പരിചയപ്പെട്ട് ഇവരുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തെ വലിയ ഉത്സാഹത്തോടെ ഉൾക്കൊണ്ടൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ CPM എന്നുള്ളതിനേക്കാൾ ഉപരി CPIM ML എന്ന് പറയുന്ന മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്ന ആ ഗ്രൂപ്പിലും കുറച്ച് വർക്ക് ചെയ്തു. അതിൽ എൻ്റെ ജീവിതത്തിൽ പ്രയാസം വരാൻ ഉണ്ടായത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആ കാലത്തിൽ തൃശ്ശൂരിൽ മുണ്ടൂര് പള്ളിയിൽ ഒരു ബോംബ് പൊട്ടൽ ഉണ്ടായി. വാസ്തവത്തിൽ ഞങ്ങളൊന്നും അറിഞ്ഞതല്ല, പക്ഷേ പോലീസ് പൊക്കിക്കൊണ്ടുപോയത് ആ കൂട്ടത്തിൽ ഞാനും പെട്ടുപോയി. രാഷ്ട്രീയം അത് അത്ര എനിക്ക് മനസ്സിലായി, നമ്മൾ അറിയാത്ത കാര്യമാണെങ്കിൽ പോലും ആ ലേബിൾ ML എന്ന ലേബിൾ നമ്മളെ എന്നും
ആ തലത്തിലേക്ക് തീവ്രവാദിയാക്കി മാറ്റും എന്നെനിക്ക് മനസ്സിലായപ്പോൾ ആ രാഷ്ട്രീയത്തോട് ഞാൻ വിട പറഞ്ഞു. പിന്നീട് ഫുൾ ടൈം രാഷ്ട്രീയം പൂർണ്ണമായി ഉപേക്ഷിക്കുകയും പൂർണ്ണമായും എൻ്റെ കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിനോട് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവ് നീ എനിക്ക് തരുന്ന സമയം നിന്റെ നാമത്തെ ഉയർത്തുന്നതിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കാം. ആ തീരുമാനം എൻ്റെ ഭാര്യ മരിച്ചിട്ട് 6 മാസം ഇരിക്കുമ്പോഴും ഞാൻ അത് ഉപേക്ഷിച്ചില്ല. കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഇനി തുടരുവാൻ നിന്റെ പ്ലാനും പദ്ധതിയും എനിക്ക് നൽകുന്നുവെങ്കിൽ കർത്താവെ നീ അയക്കുന്ന സ്ഥലത്തേക്ക് പോയേക്കാം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, പത്തനാപുരംകാര് വീണ്ടും എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, മനോഹരമായിരിക്കുന്ന കൊട്ടാരക്കര ടൗണിലുള്ള കിഴക്കത്തെരുവ് ചർച്ച് എനിക്ക് മുമ്പിൽ വെച്ചു നീട്ടി. അവർ തന്നെ സ്നേഹിച്ച്, അവർ എന്റെ സ്വഭാവം രീതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ എനിക്ക് നല്ല സഭ നീട്ടി വെച്ചു തന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അതൊരു ദൈവനിയോഗമല്ല. കാരണം സിറ്റി സഭയിൽ ഇരിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? കൊട്ടാരക്കര ടൗൺ സഭയിൽ ഇരിക്കുവാൻ എനിക്ക് അവസരം തന്നപ്പോൾ ഞാനത് സ്നേഹപൂർവം അത് നിരസിച്ചു. ഇപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഇവിടെ പുൽപ്പള്ളി, കാടരും വേടരും മറ്റ് എല്ലാ ആദിവാസി മേഖലയിലുള്ള പ്രവർത്തനങ്ങളിലും കോളനികളിലും പോയി പ്രവർത്തിക്കുമ്പോൾ മനസ്സിന് ഈ വയനാടൻ കുളിര് ഉണ്ട് എന്നുള്ളത് സന്തോഷമാണ്. ഞങ്ങള് സന്തോഷത്തോടെ എനിക്ക് ഭാര്യ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഏലിയാമ്മ, ഞാൻ പറഞ്ഞല്ലോ, അവള് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പാമ്പാടിയിൽ ആണ്, കോട്ടയംകാരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തിന്റെ പെങ്ങളും കൂടെയാണ്. വളരെ മനോഹരമായി എൻ്റെ ദർശനത്തോടൊപ്പം തന്നെ എൻ്റെ ആദ്യ ഭാര്യ മരണപ്പെടുന്ന നിമിഷം വരെ എന്നോട് എങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നു, അതുപോലെ തന്നെ തുടർന്നും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഏലിയാമ്മ. അതുകൊണ്ടാണ് ശാരീരികമായി പ്രയാസമൊക്കെ ഉണ്ട്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് അറിയാമല്ലോ. ഇപ്പോൾ തണുപ്പ് ഞങ്ങൾക്ക് ആരംഭിച്ചു. വനത്തിന്റെ മധ്യത്തിലായതുകൊണ്ട് തണുപ്പ് പെട്ടെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കിട്ടിയ നന്മ കൊണ്ട് ഞങ്ങൾ സന്തോഷമാണ്. ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു പാഴ്സനേജ് ഇവർ ഞങ്ങൾക്ക് പണിത് തന്നു. 2 മുറി ഒരു അടുക്കളയും. ഞങ്ങൾക്ക് അത് മതിയല്ലോ. ഞങ്ങൾ 2 പേർക്കും 2 വീടുണ്ട്. 2 വീടും അടച്ചുപൂട്ടി ഇട്ടിരിക്കുകയാണ്. നാട്ടിൽ എനിക്കൊരു വീടുണ്ട്, അവൾക്ക് ഒരു വീട് പത്തനാപുരത്തുണ്ട്. 2 വീടും പൂട്ടിയിരിക്കുകയാണ്. 2 പേരും സുവിശേഷത്തിൽ സന്തുഷ്ടരാണ്. ഞങ്ങൾ ഈ വനത്തിൽ വന്ന് കർത്താവിനെ സേവിക്കുന്നതിൽ വളരെ സന്തോഷമുള്ളവരാണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തുടർന്നും ഞങ്ങളായിരിക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ 2 പേരും ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവരാണ്. എങ്കിൽ പോലും കർത്താവ് ഞങ്ങൾക്ക് തരുന്ന സമയം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനാ വിഷയം 1, ഇവിടെ ആദിവാസി മേഖലയാണ്. പഴയതുപോലെ പെട്ടെന്നൊന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന സാഹചര്യമല്ല. എങ്കിൽ പോലും കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങൾ ഇനിയും താല്പര്യപ്പെടുന്നു. ഒപ്പം ഞങ്ങൾ കർണാടക മേഖലകൾ, ഞാൻ പറഞ്ഞല്ലോ, 5 കിലോമീറ്റർ അപ്പുറത്ത് കബനിയാറ് കടന്നാൽ ഞങ്ങൾക്ക് കർണാടക പ്രദേശത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ സ്റ്റേറ്റ് മാറി കർണാടകയിലും പ്രവർത്തിക്കുന്നു. അവിടെ വൈരക്കുപ്പ, എച്ച്.ഡി. കോട്ട, മൈസൂർ ഡിസ്ട്രിക്റ്റിന്റെ പല പ്രദേശങ്ങളിലും ആദിവാസി മേഖലകളിൽ പ്രവർത്തനങ്ങൾ സജീവമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ വളരെ സ്നേഹത്തോടെ പറയട്ടെ, ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം തന്ന കർത്തൃദാസനോടുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് എന്നെ പരിചയപ്പെടുത്തിയ ദേവദാസൻ കോട്ടയം പമ്പാടിക്കാരനാണല്ലോ. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ടിവിയില്, ആരോമ ടിവിയിലെ നേതൃത്വം വഹിക്കുന്ന ഡാനിയൽ ജോൺ അവറുകളോട് ഞങ്ങളെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അനേകർ സുവിശേഷം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഞാൻ നോർത്ത് ഇന്ത്യയല്ല കേട്ടോ, കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലേക്ക് ദർശനത്തോടെ കടന്നു വരുവാൻ താല്പര്യമുള്ള എത്ര ദൈവദാസന്മാരുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എനിക്ക് പത്തനാപുരംകാര് തന്ന സഭ കൊട്ടാരക്കര ടൗൺ ആയിട്ട് പോലും ഞാനത് വേണ്ടെന്ന് വെച്ച് ഇപ്പൊ അങ്ങോട്ട് പോകാൻ പാസ്റ്റർമാർ ഇഷ്ടം പോലെ ചാൻസ് ചോദിച്ചിരിക്കുക. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് അന്ത്യകാലമാണ്. ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്. ഈ അവസരം ഞങ്ങൾ ശക്തമായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങളുടെ ഗ്രാമങ്ങളിലെ, പ്രത്യേകിച്ച് കർണാടക മേഖലകളിലെ വനാന്തരങ്ങളിലെ മേഖലകളിൽ
അനേകരെ കർത്താവിങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് പുൽപ്പള്ളി മേഖലകളിലും ഞങ്ങൾക്ക് ചില കോളനികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിപ്പാൻ ദൈവം ഞങ്ങളെ കൃപ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു അവസരം തന്ന കർത്തദാസൻ എന്നോട് നന്ദി ഞങ്ങളെ രേഖപ്പെടുത്തുന്നു. ഇനിയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് കൂടുതലും മലയാളി ഗ്രൂപ്പ് കുറവാണ്, കർണാടക ഗ്രൂപ്പാണ്. കർണാടക അതായത് ഒരു കബനിയാറിന് അക്കരെയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾക്ക് കൂടുതലുള്ളതും. മലയാളം അറിയാം അവർക്ക്, കന്നഡയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ പുൽപ്പള്ളിയിലെ ഞങ്ങളുടെ ചർച്ച് ഒരു ചെറിയ സഭയാണ്. സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഞങ്ങളുള്ള പരിമിതിയിൽ ഞങ്ങളുടെ മോളൊക്കെ ടിൻ ഷീറ്റ് ഇട്ടിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നല്ല തണുപ്പ് വരുമ്പോൾ അസഖ്യ തണുപ്പാണ്. എങ്കിൽ പോലും കർത്താവ് എനിക്ക് വയസ്സ് 60 സ്തോത്രം. നല്ല ചെറുപ്രായത്തിൽ 27ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതാണ്. കർത്താവിന്റെ വയൽ പ്രദേശത്ത് ഇന്നും അധ്വാനിക്കുന്നത് തന്നെ എന്റെ സാക്ഷ്യം. കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് ഇതുവരെയും കൃപ നൽകി. തകർന്നുവെന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്ന് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം കൊണ്ട് ആമേൻ വീണ്ടും കർത്താവിന്റെ പ്രയോജനമുള്ള സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന് ദൈവത്തിന് തോന്നിയത് ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരാമം കുറിക്കുകയാണ്. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യസ്നേഹത്താൽ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ കടന്നു വരികയാണ്. ഈ ആരോമ ടിവിയിൽ ഞങ്ങളെ കാണുന്ന, ഞങ്ങളുടെ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. പ്രത്യേകിച്ച് കേരളത്തിന്റെ നോർത്ത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഓരോ ജില്ലയിലെ ദൈവദാസന്മാരെ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വയനാട് പ്രദേശത്തെ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ഒപ്പം ആരോമ ടിവിയുടെ നേതൃത്വം വഹിക്കുന്ന ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്റെ പുറകിൽ അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരേറ്റവും അനുഗ്രഹമായ രീതിയിൽ കർത്താവ് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രീതിയിലും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ വർഗീസ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ദൈവദാസനുള്ളതായ നന്ദിയും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകനായി ജനിച്ച് വളർത്തപ്പെട്ട് അവിടെ നിന്ന് ദൈവം വിളിച്ചു വേർതിരിച്ച അനുഭവങ്ങളുടെ ഓർമ്മകൾ, ഒരുപാട് ദൈവീയ ഇടപെടലുകൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ഓർത്തെടുത്ത് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് അടുത്ത ഒരു നേതാവായി മുന്നേറുവാൻ അവസരമുണ്ടായിരുന്നു. SFIയുടെ സെക്രട്ടറി ആയിട്ടും സ്കൂളിലും പഠിച്ച സ്ഥാപനങ്ങളിലും സമൂഹത്തിലുമൊക്കെ ആ നിലയിലൊക്കെ ഒരുപാട് രാഷ്ട്രീയ സ്വാധീനവും പ്രവർത്തനങ്ങളിലും ഒക്കെ ഏർപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ ദേവദാസൻ പറയുകയുണ്ടായി. ഒരു പക്ഷെങ്കിൽ ആ നിലയിൽ മുന്നോട്ട് പോയിരുന്നു എങ്കിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു നല്ലൊരു നേതാവിനെ കിട്ടുമായിരുന്നു. അപ്പോൾ തന്നെ ഒരുപാട് ശത്രുക്കളെയും വേണമെങ്കിൽ സമ്പാദിക്കാമായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ ജീവിതം ഒരു തുലാസിൽ മുന്നോട്ട് പോയേനെ. സമൂഹത്തിന് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്തൊരു നേതാവായി മുന്നോട്ട് പോകാം. ഏതെങ്കിലുമൊക്കെ നിലയിൽ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടായി നമുക്ക് സമൂഹത്തിൽ ജീവിക്കാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അല്പം കൂടി വ്യത്യസ്തമായ കലാരൂപത്തിലേക്ക് രംഗപ്രവേശനം നടത്തിയ ഒരു കാര്യം പറഞ്ഞു. പിതാവിനെ പോലെ ചുട്ട കോഴിയെ പറപ്പിക്കുന്നതായ ഒരു മാജിക്കുകാരനായി ആ ദേശത്ത് ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ടു. അങ്ങനെയെങ്കിൽ ആ നിലയിൽ വേണമെങ്കിലും മുന്നേറാമായിരുന്നു. ജനത്തിൻ്റെ കണ്ണുകെട്ടി അവരുടെ മുൻപാകെ ഒരു അഭിനേതാവായിട്ട്
പല നിലകളിലും പല കാര്യങ്ങളിലും ജനത്തെ സന്തോഷിപ്പിച്ച് ജീവിതം ആ നിലയിൽ മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. അവിടെ നിന്നും കാര്യങ്ങളൊക്കെ മാറ്റം സംഭവിച്ചു. ബിസിനസ് മേഖലയുമായിട്ടും മുന്നോട്ട് പോയി. അവിടെയും പരാജയം സംഭവിച്ചു. ചുരുക്കം പറഞ്ഞാൽ ഇറങ്ങിത്തിരിച്ച എല്ലാ മേഖലകളിലും ഒരുപാട് കാര്യങ്ങൾ അനുഭവം ഉണ്ടായി, പഠിച്ചെടുക്കാൻ അനുഭവസമ്പത്ത് ഉണ്ടായി. ജീവിതം മുന്നോട്ട് പോയി. ദൈവത്തിൻ്റെ സമയമായപ്പോൾ കർത്താവ് ജീവിതത്തിലേക്ക് വന്നു. ഒരർത്ഥത്തിൽ കർത്താവ് ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഉള്ള അനുഭവം ഞാൻ ആലോചിക്കുകയായിരുന്നു. എത്രയോ ശ്രേഷ്ഠകരമായ ഒരു അനുഭവത്തിലേക്കാണ് ഇന്ന് ദൈവം കൊണ്ടുവന്നത്. ഒരുപാട് വേദനകളും ദുരിത ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നുവെങ്കിലും തീച്ചൂളയിൽ കൈവിടാത്ത, സിംഹക്കഴിയിൽ നമ്മളെ ഉപേക്ഷിക്കാത്ത, നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന അത്ഭുത മന്ത്രിയായ നമ്മുടെ കർത്താവ് നമ്മെ മാറോട് ചേർത്തണച്ച ആ ദൈവസ്നേഹത്തിൻ്റെ ഒരുപാട് ഓർമ്മകൾ കേൾക്കാൻ കഴിഞ്ഞു. ഇന്ന് കർത്താവിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വയനാടൻ മേഖലകൾ, ആദിവാസി സഹോദരങ്ങളുടെ നടുവിൽ, ആ പുൽപ്പള്ളി എന്ന ആ പ്രദേശത്ത്, ആ ഗ്രാമങ്ങളിൽ, ആ വനത്തിൻ്റെ ഒക്കെ നടുവിൽ, ആ കിഴക്കോട്ടൊഴുകുന്ന നദിയുടെയൊക്കെ ഭാഗത്തായിട്ട് പാർത്തുകൊണ്ട് അവിടെയുള്ളതായ ജനങ്ങളോടൊരുമിച്ച് കർത്താവിനെ സേവിക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അനേകരെ ആ ദേശത്തെ കർത്താവിന് വേണ്ടി നേടുവാൻ, ജീവൻ്റെ പുസ്തകത്തിൽ ചിലരുടെ പേരുകൂടി എഴുതപ്പെടുവാൻ ദൈവദാസനെയും കുടുംബത്തെയും അവിടെ ദൈവശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ഇത്തരുണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആമേൻ കടന്നു വന്ന ശ്രേഷ്ഠമേറിയ ആ പാതകളൊക്കെ മുന്നോട്ടുള്ളതായ ആ യാത്രയ്ക്ക് നമുക്ക് ബലം പകരുന്നു. ആകയാൽ സ്വർഗത്തിലെ ദൈവം പിന്നെയും സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യാൻ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവ അവസരങ്ങളെ ഒരുക്കട്ടെ. ജീവിതത്തിൽ അനേകർക്ക് വെളിച്ചം പകർന്ന മെഴുകുതിരി ഉണ്ടാക്കി കൊടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് അനേകർക്ക് ആത്മീയ വെളിച്ചം പകരുന്ന ഒരു മെഴുകുതിരിയായിട്ട് കർത്താവിന് വേണ്ടി കത്തിപ്രകാശിക്കുവാൻ ദൈവം അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം ഈ സമയം വേർതിരിച്ചതിന് പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ TV പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ കണ്ട ശേഷം ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയായിത്തീരും. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com